Welcome to Prodigy Institute of Management Studies all. Today we are going to conduct a webinar for CMA USA. By this, we meant to tell you complete details about CMA USA course. Before that, let's say a few words about Prodigy Institute. Prodigy is a Kannur-based online coaching institute. For the last 4 years, we have been providing coaching for professional courses like CMA India, CMA USA, CAT. Today, webinar is conducted by Ismail sir. Ismail sir is a CMA USA completed and also Prodigy CMA USA faculty. Welcome, sir, to this section. Okay. Thank you. Everyone, please utilize this section to the maximum. Ask and understand all doubts you have. Attend this section in full. Okay, I'm handing over to Ismail, sir. Thank you all. Enjoy. ഹലോ എവരിവൺ, എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? സ്ക്രീൻ ഷെയർ കാണുന്നില്ലേ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ. അപ്പോ നമ്മള് ഈ ഒരു വെബിനാറിൽ ഉദ്ദേശിക്കുന്നതാണ് CMA യൂസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ഒരു CMA US എന്താണുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും, നിങ്ങൾക്ക് ഇതിന്റെ സിലബസ്, ഇതിന്റെ ഒരു ഞാൻ പറയാം എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പേര് CMA. ഓക്കെ, എന്നാണ് എല്ലാവരും പറയാ, പക്ഷെ അതിന് ഫുൾ ഫോം ഉണ്ട്. അപ്പൊ എല്ലാവരും നിർബന്ധം അറിഞ്ഞിരിക്കണം. CMA സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇതാണ് CMA യുടെ ഫുൾ ഫോം. ഓക്കെ അല്ലെ? CMA ഇന്ത്യ ഉണ്ട്, CMA US ഉണ്ട്, അതേപോലെ CMA കാനഡ, ഒരുപാട് CMA ഉണ്ടെങ്കിലും നമ്മുടെ CMA എന്തുകൊണ്ട് CMA US നമ്പർ 1 ആയി നിൽക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ CMA US ഫുൾ നെയിം എന്താണ്? സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഓക്കെ, ഇനി ഈ CMA US നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീം ഉണ്ട്, ഒരു ഹെഡ് ഉണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, അവരാണ് IMA. ഈ CMA US എന്നുള്ള കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമാണ് IMA. ഓക്കെ അല്ലെ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇതാണ് ഇവരെ ഫുൾ നെയിം. ഇത് അമേരിക്കൻ ബേസ്ഡ് ആയ ഒരു ബോഡിയാണ്. ഇവർ 1919, 20 കാലഘട്ടങ്ങളിൽ അന്ന് അമേരിക്കയിൽ ഉണ്ടാകുന്ന കുറെ അക്കൗണ്ടന്റ്മാരും അതേപോലെ അന്നത്തെ ഫൈനാൻഷ്യൽ പ്രൊഫഷണലും അവരൊക്കെ ചേർന്ന് ഒരു രൂപീകരിച്ച ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ബോഡിയാണ് ഇത് IMA. ഓക്കെ, അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി പറ്റും. ഈ CMA US എന്താന്ന് ഞാൻ പറഞ്ഞു. ഈ CMA US ഉള്ള കോഴ്സ് നമുക്ക് ആരാണ് പ്രൊവൈഡ് ചെയ്ത് നൽകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. CMA സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഓഫേർഡ് ബൈ ദി IMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് USA. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയി പറഞ്ഞത്. സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പറഞ്ഞ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മുടെ CMA നമുക്ക് ആരും നൽകുന്നത് IMA ആണ്. ഓക്കെ, അന്ന് ഓർത്ത് വെക്കണേ. കാരണം പല ആൾക്കാർക്കും എന്ത് ചെയ്യും, ബേസിക്കലി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കോഴ്സിന്റെ ഒരുപാട് ഡീറ്റെയിലിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി ഈ CMA US എടുത്ത് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഈ CMA US എന്ന് വെച്ചാൽ. ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എവിടെ? ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് അക്കൗണ്ട്, ഈ രണ്ട് മേഖലയിലുള്ള ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇത് നമ്മുടെ ഈ CMA US എന്നുള്ളത്. അപ്രോക്സിമേറ്റ്ലി 150+ കൺട്രീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ CMA US
അംഗീകരിച്ചിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 150-ലധികം കൺട്രീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ CMAUSയുടെ പ്രൊഫഷണൽ കോഴ്സ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ CMAUS പാസ്സായിട്ട് നിങ്ങൾ ഐ തിങ്ക് 150-ലധികം എന്ത് ചെയ്യുന്നുണ്ട് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യതകളുള്ളതാണ്. ഓക്കെ അല്ലെ? ഇതൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിലൂടെ പറയുന്നത്. എന്താണ്? നമ്മുടെ CMAUS ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മുടെ CMAUSൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഒന്ന് ഇമ്പ്രൂവ് ആവും. നമ്മൾ CMAക്കാർ ഏരിയയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ CMAUS. കൂടാതെ 150-ലധികം രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ CMAUS ഉള്ള കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് മറ്റൊരു ബെനിഫിറ്റ് ആണ്. എന്താണ്? നമുക്ക് CMAUS ആകെ രണ്ട് എക്സാമുകൾ, 2 ഗ്രൂപ്പ് ഓഫ് എക്സാമാ. നമ്മളതിനെ പാർട്ട് 1, പാർട്ട് 2 എന്നാണ് വിളിക്കാറുള്ളത്. CMAUSൽ 2 പാർട്ട് എക്സാം ആണ്, പാർട്ട് 1, പാർട്ട് 2. ഓക്കെ അല്ലെ? അപ്പൊ നിങ്ങൾ CMAUS പഠിക്കുന്ന കുട്ടികള് പാർട്ട് 1 എക്സാം എഴുതി പാസ്സായി, പാർട്ട് 2 എക്സാം എഴുതി പാസ്സായി, അതോടെ CMAUSയുടെ എക്സാം കഴിഞ്ഞു. ഓക്കെ അല്ലെ? അത്രേ ഉള്ളൂ. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ്. കാരണം മറ്റുള്ള കോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സാമ്പിൾ ACCA 13 പേപ്പർ ഉണ്ട് അല്ലെ? അതുപോലെ CPA പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ പറ്റി ലാസ്റ്റ് ഇത്തരത്തിലുള്ള കോഴ്സിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. CPA പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, 4 പേപ്പർ ഉണ്ട്. പിന്നെ CA, നമ്മളെ CMA ഇന്ത്യ ഒക്കെ കോഴ്സുകളാണ്. പക്ഷെ അവർക്കൊക്കെ ഒരുപാട് പേപ്പർ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രോപ്പർലി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ എല്ലാ കോഴ്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഓക്കെ അല്ലെ? നമുക്കത് വേണമെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. CMA USA വേഴ്സസ് അതൊരു കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പൊ ഈ CMAUSയുടെ പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്താണ്? ഓൺലൈൻ എക്സാമാ. നമ്മൾ ഓൺലൈൻ എക്സാം ആയിരിക്കും CMAUS. അതൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിപ്പോ എന്ത് ചെയ്യും, നമ്മളൊരു സെന്ററിൽ സെലക്ട് ചെയ്യുക, നമ്മുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും, നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കും, നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈൻ എക്സാം ആണ്, അല്ലാതെ പേപ്പർ എക്സാം അല്ല. ഓക്കെ, അതേപോലെ ഇതൊക്കെ ഒരു CMAUSയുടെ ബെനിഫിറ്റുകളാണ്. അതുപോലെ നമ്മളെ CMAUS എക്സാമിൽ 75% ക്വസ്റ്റ്യൻസ് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ മൊത്തം നിങ്ങൾക്ക് 100% എക്സാം എങ്കിൽ, ശ്രദ്ധിക്കണേ, 100% എക്സാം ആണെങ്കിൽ അതില് 75% എന്താണ്, MC ക്വസ്റ്റ്യൻ. MCQ മീൻസ് നമുക്ക് എന്ത് ചെയ്യും, 4 ഓപ്ഷൻ നൽകും. നിങ്ങൾ എല്ലാവരും കോടീശ്വരം പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അല്ലെ? നമ്മുടെ സുരേഷ് ഗോപി എന്ത് ചെയ്യും, 4 ഓപ്ഷൻ അല്ലെ, 4 ഒരു ക്വസ്റ്റ്യൻ നൽകും, എന്നിട്ട് 4 ഓപ്ഷൻസ് നമ്മൾ നൽകും. ഓക്കെ, നമുക്ക് അതിൽ 1 കറക്റ്റ് ആയിരിക്കും, ബാക്കി 3 തെറ്റായിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ അതേപോലെ നമ്മുടെ CMAUSൽ എന്താണ്, 75 ക്വസ്റ്റ്യൻസ് എന്താണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി 25 പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ ഇതൊക്കെ ഒരു ബെനിഫിറ്റ് ആയി. കാരണം ഇതുകൊണ്ടാണ് CMAUS ഭയങ്കര അട്രാക്റ്റീവ് ആയി മാറുന്നത്. ഇപ്പൊ 3 കാര്യം കുറച്ച് മുമ്പ് നമ്മൾ ഇത് ഇന്റർനാഷണൽ കോഴ്സ് എന്ന് പറഞ്ഞു അല്ലെ? 150+ കൺട്രീസിൽ എന്ത് ചെയ്യുന്നത്, അപ്രൂവ് ആയിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബെനിഫിറ്റ് ആണ്. കൂടാതെ CMAUSൽ എത്ര പേപ്പർ ഉള്ളൂ, ആകെ 2 എക്സാം ഉള്ളൂ. ഈ 2 എക്സാം പാസ്സായി നിങ്ങൾ ആരായി, CMA കഴിഞ്ഞു. അതുപോലെ CMAUSന്റെ മോഡ് എങ്ങനെയാണ്, അത് ഓൺലൈൻ എക്സാം ആണ്. ഓക്കെ അല്ലെ? അതിൽ തന്നെ 75% ക്വസ്റ്റ്യൻസ് എന്താണ്, MC ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ CMAUSൽ ഒരു ബെനിഫിറ്റ് ആണ്. ഏത് മറ്റു കോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള കുറച്ച് ബെനിഫിറ്റുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഭാഗങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ചോദിക്കട്ടോ. അപ്പൊ ഞാനിങ്ങനെ CMAUSനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അടുത്തത് ഈ CMAUSയുടെ എലിജിബിലിറ്റി. CMAUS എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി എന്താ? +2. നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ +2 എന്ന് പറഞ്ഞു. CMAUS എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി, അതിനുള്ള യോഗ്യത എന്താണ്, +2 ആണ്. ഞാൻ ഇവിടെ +2ൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ സയൻസ്, അതേപോലെ എന്താണ് കൊമേഴ്സ്, അങ്ങനെ സ്പെസിഫിക് പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ അല്ലെ? +2 എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഈവൻ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അതൊന്നും അല്ല. ഇവിടെ ഞാൻ +2 കൊമേഴ്സ് എന്നല്ല പറഞ്ഞു, വെറും +2 എന്നാ പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നിങ്ങളിപ്പോ സയൻസ് പഠിച്ച കുട്ടികളായിക്കോട്ടെ, പ്രശ്നമില്ല, CMAUS എക്സാം എഴുതാം. ഓക്കെ, നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ്, അതൊന്നും ഇവിടെ പ്രശ്നമില്ല. നിങ്ങൾ +2 പാസ്സായി മതി. അതുപോലെ ഇവിടെ എന്ത് പറയുന്നില്ല, +2ൽ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഒന്നും നമ്മളത് പറയുന്നില്ല. +2 നിങ്ങൾ ജസ്റ്റ് പാസ്സായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ CMAUS എക്സാം എഴുതാം. ഓക്കെ,
അപ്പൊ ഇത് മനസ്സിലാക്കുക. പല കുട്ടികളും വിചാരിക്കും സാറേ ഞാൻ കൊമേഴ്സ് അല്ല അതുകൊണ്ട് എനിക്ക് CMUS പഠിച്ചു താങ്ങോ. അതെന്ത് ചെയ്യും? അതൊന്നും പ്രശ്നമില്ല. ഞാൻ പറയാം CMUS എന്താണ്, നിങ്ങൾ എവിടുത്തെ ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങളെ പാസ്റ്റ് എന്താന്നല്ല നോക്കുന്നത്. ഇപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും, full A+ കുട്ടികൾ ഉണ്ടാവാം. അതല്ല നമ്മളെ ചർച്ച. നിങ്ങൾ +2 മിനിമം പാസ്സായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CMUS എക്സാം എഴുതാം. നിങ്ങൾ ഇനി എക്സാം എഴുതി പാസ്സാണ് വേണ്ടതെന്നില്ല, നിങ്ങളെ പാസ്റ്റ് കാര്യങ്ങളല്ല, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റും, ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പാസ്സാവോ ഫെയിൽ ആവോ തീരുമാനിക്കാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ തന്നെ +2 ഇപ്പൊ എന്റെ ഒരു കൊല്ലം മുമ്പ് ഞാനൊരു ബാച്ച് എടുത്തിട്ടാണ്. ആ ബാച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റുഡന്റ് ആണ് +2 സയൻസ് ആയിരുന്നു. ഓക്കെ, +2 സയൻസ് നമുക്ക് അറിയാം, അവർക്കറിയില്ല അങ്ങനൊന്നും ചെറിയൊരു ഏജ് ആയിരിക്കും അല്ലെ. അപ്പോ ആ ഒരു കുട്ടി +2 സയൻസ് എടുത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്ത് ചെയ്തു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2 പാർട്ടും ക്ലിയർ ആയി. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ CMUSയുടെ കണ്ടന്റ് വൃത്തിയിൽ പഠിച്ചാൽ നമുക്ക് ഈസിയായി എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹാർഡ് വർക്ക്, ഇവിടുത്തെ ഹാർഡ് വർക്ക് എന്താ, CMUS ഞാൻ പറയില്ല, അന്ന് എടുക്കുന്ന ടോപ്പിക് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോയി പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമ്മൾ ക്ലാസ് എന്ത് ചെയ്യും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എലിജിബിലിറ്റി എന്താ മനസ്സിലായ, വെറും +2 മാത്രം മതി. ഇനി സാധാരണ CMUSയുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 9 to 12 month ആണ്. ഇപ്പൊ നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 മാസം. ഓക്കെ, അങ്ങനെ രണ്ട് എന്ത് ചെയ്യും പാർട്ട് കൂടി നമുക്കൊരു 6 മാസം മുതൽ 8 മാസം. ഓൺലൈനൊക്കെ ആണെങ്കിൽ അതേ കാലയളവ് തന്നെയാണ്. അപ്പൊ സാധാരണ എല്ലാവരും പറഞ്ഞ CMUS ഡ്യൂറേഷൻ വെച്ചാൽ 9 to 12 month ആണ്. ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് എന്ത് എക്സാം എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 12 അഥവാ വിത്തിൻ 1 year കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CMUS ഈസിയായി നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് CMUS എടുത്തതാണ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CMUS പാസ്സായി. ഓക്കെ അല്ലേ? കാരണം ഞാൻ പറയുന്നത് എനിക്ക് ഡിഗ്രിയിൽ full A+, ഫുൾ മാർക്കൊന്നുമില്ല. ഞാൻ സാധാരണ ആവറേജ് സ്റ്റുഡന്റ്. ഓക്കെ അല്ലേ? ഞാൻ തള്ളി മറിക്കൊന്നുമില്ല, ഞാൻ നോർമലി പറയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പോലെ പഠിക്കണം തോന്നി CMUS എടുത്തു, പഠിച്ചു, കോച്ചിങ് കഴിഞ്ഞു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം എഴുതി പാസ്സായി. ഓക്കെ അല്ലേ? അത് എല്ലാവർക്കും പറ്റും അല്ലെ? വിചാരിച്ച എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, CMUS പെട്ടെന്ന് ക്വാളിഫൈഡ് ആവാൻ പറ്റും. അത് നമ്മളെ കയ്യിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഡ്യൂറേഷൻ നോർമൽ ഒരു ഡ്യൂറേഷൻ ആണ് CMUSയുടെ 9 to 12 month ആണ്. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ എഴുതിയെടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വേണം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് 2 എക്സാം എഴുതി പാസ്സാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ചോദിക്കണേ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഒറ്റയടിക്ക് എല്ലാവരും പതുക്കെ ഓരോ കാര്യങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അതിന്റെ എലിജിബിലിറ്റി പറഞ്ഞു, ഡ്യൂറേഷൻസ് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഗ്ലോബൽ റെക്കഗ്നീഷൻ. നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ പേജിൽ പറഞ്ഞല്ലേ, CMUSയുടെ 150+ കൺട്രീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 1 lakh സർട്ടിഫിക്കേഷൻ ഏൺഡ് ഗ്ലോബൽ എന്ന് വെച്ചാൽ ലോകത്തിലെ പല ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, 1 ലക്ഷത്തിലധികം ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇതിന്റെ സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയിട്ട് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ CMUS ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഐ തിങ്ക് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് ഈ ഒരു ക്ലാസിന്റെ ലാസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് ലോകത്ത് CMUS ഏതൊക്കെ രാജ്യങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഇന്ത്യയിൽ കുറവാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൾഫ് കൺട്രീസിലുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിൽ CMUS എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. അതേപോലെ നമ്മുടെ എന്താ പറയുക, ഈവൻ ജോർദാൻ പോലെയുള്ള ഈ മിഡിൽ ഈസ്റ്റ് ആ രാജ്യങ്ങളിലൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഒരുപാട് ലോകത്തിന്റെ പല രാജ്യത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, CMUS എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇപ്പൊ നമ്മളൊരു വേൾഡിനോടാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, 150+ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ CMUS. കാരണം നമ്മൾ അതിന്റെ ബെനിഫിറ്റ് ആയി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യം എടുക്കുമ്പോഴും അതുകൊണ്ട് പഠിച്ച ഉപകാരം ഉണ്ടോ എന്നല്ലേ നമ്മൾ നോക്കുക. ഇത് പഠിച്ച് നമുക്ക് ജോലി കിട്ടുമോ, ഇതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ CMUS നമുക്ക് ധൈര്യത്തോടെ പറയുന്നത്, ഇത് ഞാൻ പറയുന്നല്ല, നമ്മളെ എന്താ പറയാ, എനിക്ക് ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ IMA പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലെ? അപ്പൊ 150+ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ CMUS എന്നുള്ള ഒരു കോഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലോകത്തിൽ, ഞാൻ ഇന്ത്യത്തെ കാര്യമല്ല പറഞ്ഞത്, ലോകത്തിൽ ഇതിന്റെ ഏകദേശം 1 lakh മെമ്പേഴ്സ് സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. സർട്ടിഫൈഡ് CMUS സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് CMUS സർട്ടിഫിക്കേഷൻ കിട്ടുക, അത് ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാത്തിന്റെ അതിന്റെ സമയങ്ങളില്ല. ഓക്കെ, അപ്പോ നമ്മൾ നെക്സ്റ്റ് ഇനി പറയാൻ പോണത്, യെസ്, CMUS പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ ജോലികൾ കിട്ടും. പല ആൾക്കാരുടെ സംശയം, ഇത് പഠിച്ച ജോലി കിട്ടുമോ, എന്തൊക്കെ ജോലികൾ കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന്, നമുക്ക് ജനറൽ അക്കൗണ്ടന്റ് ആയി മാറാം.
ഒരു കമ്പനിയിലത്തെ അക്കൗണ്ടന്റ്മാരെ ഹെഡുകൾ. ഓക്കെ, വലിയ വലിയ കമ്പനിയിലെ ഒരു പൊസിഷനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പൊസിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു ഫസ്റ്റ് ഒരു കമ്പനി പോയി വർക്ക് ചെയ്യണം. ആ കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയി ആ കമ്പനിയുമായി ഫെമിലിയർ എന്ന് മുതലാളിമാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ മാനേജ്മെന്റ് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ പൊസിഷനിൽ പിടിച്ചെടുത്തും. ഇപ്പൊ നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ടന്റ്മാരെ കൺട്രോൾ ചെയ്യുക, ജനറൽ അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് അതാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്റേണൽ ഓഡിറ്റർ. ഈ ഇന്റേണൽ ഓഡിറ്റർ എന്ന ജോലിന്റെ പ്രത്യേകത അമേരിക്കത്തെ റൂൾ പ്രകാരം ഞാൻ പറയാണ്. ഓക്കെ, അമേരിക്കൻ കമ്പനികൾ പ്രത്യേകിച്ച് പബ്ലിക് കമ്പനി. ഇപ്പൊ പബ്ലിക് കമ്പനി പറയുന്നത് എന്താണ്? പബ്ലിക് കമ്പനി എന്ന് വെച്ചാൽ നമുക്കറിയാം ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികൾ. ഓക്കെ, അതാണ് പബ്ലിക് കമ്പനി നോർമലി. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ റിലയൻസ്, ടാറ്റ പോലുള്ളൊക്കെ പബ്ലിക് കമ്പനികളാണ്. അപ്പൊ ഈ പബ്ലിക് കമ്പനി, അമേരിക്കത്തെ പബ്ലിക് കമ്പനിയിൽ ഒരു റൂൾ ഉണ്ട്. എന്താണ്? എല്ലാ പബ്ലിക് കമ്പനിക്കും ഒരു ഇന്റേണൽ ഓഡിറ്റർ നിർബന്ധമായും വേണം. ഇനി എന്താണ് ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞുതരാം. ഇന്റേണൽ ഓഡിറ്റർ പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ കമ്പനി ഒരു കൊല്ലം വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ കമ്പനി സ്വാഭാവികമായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഏതുപോലെ അറിയോ? ഇപ്പൊ നിങ്ങൾ ഒരു പരീക്ഷയിൽ നിങ്ങളിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോ സമയത്ത് ഇപ്പൊ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ നമ്മുടെ സ്കൂളിൽ നിന്ന് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത്രയും പഠിച്ചതിന്റെ ഒരു നമ്മുടെ പെർഫോമൻസിന്റെ റിസൾട്ട് ആണ് നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ആരെ പ്രിപ്പയർ ചെയ്യാം? നമ്മുടെ ടീച്ചേഴ്സ് അല്ലെ? ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും ഡിസിഷൻ മേക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്ററിന്റെ പണി എന്താ അറിയോ? നമ്മുടെ കമ്പനി ഒരുപാട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അത് ഏതാ റിപ്പോർട്ട് എന്നൊക്കെ പഠിക്കണം നമുക്ക്. ഈ റിപ്പോർട്ട് കറക്റ്റ് ആണോ, ഫെയർ ആണോ, ട്രൂ ആണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഉഡായിപ്പുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാ മിസ്റ്റേക്കുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ സിമ്പിളായി പറയുന്ന ഓഡിറ്റർമാര്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റർ ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റർ എന്താ? നമ്മുടെ കമ്പനിയുടെ ഒരു സ്റ്റാഫാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മുടെ കമ്പനിയാണ് സാലറി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെയിം പഠിച്ചാൽ ഇന്റേണൽ ഓഡിറ്റർ ആവാൻ പറ്റും. ഓക്കെ, അതൊരു ജോബ് പൊസിഷൻ ആണ്. അതേപോലെ ചീഫ് അക്കൗണ്ടന്റ്, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടന്റ്മാരെ ഹെഡിന്റെ ജോബ് തന്നെയാണ് ചീഫ് അക്കൗണ്ടന്റ്. ഈ ഒരു ജോലിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ജോലി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ കോസ്റ്റ് അക്കൗണ്ടന്റ്. കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റീറ്റീവ് യുഗമാണ് അല്ലെ? ഓക്കെ അല്ലെ? കോമ്പറ്റീറ്റീവ് യുഗത്തിന്റെ ആയതുകൊണ്ട് ഇപ്പൊ ഞാനൊരു പേന നിർമ്മിക്കുന്നുണ്ട്. ഞാനിപ്പോ അവിടെ വരച്ചൊരു പേന നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഒരു കലാകാരന്റെ ഭാവനയിൽ ഇതൊരു പേന നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഒരു പേന നിർമ്മിക്കുമ്പോൾ ഈ ഒരു പെന്നിന് എത്ര ചെലവ് വരും അല്ലെ? ഇതിന് എത്ര ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് തോന്നിയ വല്ലതും സെറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ ഞാനൊരു 50 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ 50, അപ്പൊ ജനങ്ങൾ വിചാരിക്കും എന്താ? ചിലപ്പോ നമ്മളിപ്പോ എന്റെ കമ്പനിയിൽ ഈ പേനക്ക് ഞാൻ ചാർജ് ചെയ്തത് ഒരു 50 രൂപ ഞാൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ എന്നിട്ട് ഞാൻ എന്റെ പ്രോഫിറ്റ് ആയിട്ട് നോക്കുമ്പോൾ ജനങ്ങൾ എന്താ വിചാരിക്കുക? ഒരു പേനക്ക് 50. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികം നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കൂല. ഓക്കെ അല്ലെ? നേരെ മറിച്ച് അവരെന്ത് ചെയ്യും? നമ്മളെ കോമ്പറ്റീറ്റർ ഇതേ പ്രൊഡക്റ്റ് ഇറക്കുണ്ടാവും വില കുറവില്. അപ്പൊ കോസ്റ്റിങ്ങിന് അത്രക്കും പ്രാധാന്യമാണ്. കോസ്റ്റ് എന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ ഈ കോസ്റ്റ് അക്കൗണ്ടന്റ്മാരെ പണി എന്താ? പല പണികളുണ്ട്. അതിൽ പെട്ടൊരു പണിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ്? ഇപ്പൊ ഈ ഒരു പേനയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലെ? അതാണ് കോസ്റ്റ് അക്കൗണ്ട്. അവർക്ക് പല ഡ്യൂട്ടികളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ വേണ്ടി ഞാൻ പറയാണ്. കോസ്റ്റ് അക്കൗണ്ടിൽ പറഞ്ഞാ നമ്മുടെ കമ്പനിയിലെ കോസ്റ്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. നല്ലൊരു സാലറി പാക്കേജുള്ള ജോബാണ് കോസ്റ്റ് അക്കൗണ്ടന്റ്. ഓക്കെ അല്ലെ? അവരെ സാധാരണ നിങ്ങൾ വിചാരിക്കുന്ന അക്കൗണ്ടിങ് റോൾ അല്ലത്. എന്താണ്? കോസ്റ്റ് അക്കൗണ്ടന്റ് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ എന്തൊക്കെ കോസ്റ്റ് ആകും അത്. കൂടാതെ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യും? ചില പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ചില പ്രൊഡക്റ്റ് ചിലപ്പോൾ കോസ്റ്റ് കൂടും. അപ്പൊ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടും നമ്മൾ സി എം എക്കാർ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് അവിടെ കോസ്റ്റ് കൂടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ കോസ്റ്റുകൾ ഒരുപാട് വർദ്ധിക്കുന്നു, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസിഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ഡിസിഷൻ മേക്ക് ചെയ്യണം. ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്തുകൊണ്ട് കൂടുന്നു, അതൊക്കെ നമ്മൾ എന്ത് അനലൈസ് ചെയ്യണം. അതാണ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ പണി. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടന്റ്മാരുടെ പണി. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നമുക്ക് സി എം എക്കാർക്ക് ആ ഒരു ജോലിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലെ? ഇപ്പൊ ഇതൊക്കെ ഒരുപാട് ജോലി സാധ്യത നിറഞ്ഞ ഏരിയയാണ്. അടുത്ത ക്രെഡിറ്റ് അനലിസ്റ്റ്. ക്രെഡിറ്റ് അനലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഇപ്പൊ വലിയ വലിയ കമ്പനിയിൽ എന്ത് ചെയ്യും? അവരെ പ്രൊഡക്റ്റ് ചിലപ്പോൾ അവർ കടത്തിനായിരിക്കും വെക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലെ? അപ്പൊ ആർക്കൊക്കെ കടം കൊടുക്കും? നിങ്ങളിപ്പോ ഒരു ഷോപ്പ് എടുത്തുണ്ട്. നിങ്ങൾ നാട്ടിലത്തെ എല്ലാവർക്കും കടം കൊടുക്കുമോ? ഇല്ലല്ലോ. കാരണം നിങ്ങൾ എന്ത് നോക്കാം? നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അയാൾക്ക് കൊടുത്തതിന് അയാൾ തിരിച്ചു നൽകുമോ എന്നൊക്കെ നോക്കൂലേ? അല്ലെ? നമ്മൾ എല്ലാവർക്കും ക്രെഡിറ്റിന് സെയിൽ നടത്തുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വരും? ചില ആൾക്കാർ നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതേപോലെ ഒരു കമ്പനിയിൽ ക്രെഡിറ്റ് അനലിസ്റ്റ് പറയുന്നത് നമ്മൾ ആർക്കൊക്കെ കടം കൊടുക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആൾക്കാരാണ് ക്രെഡിറ്റ് അനലിസ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി പറയാൻ കേട്ടോ. ഞാനിപ്പോ ഒരു ബേസിക് എന്ന രീതിയിൽ അതൊക്കെ പറയുന്നത് നമുക്ക് ഈ ജോലിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഓക്കെ. അടുത്തത് ഏതാണ്? ഇക്വിറ്റി അനലിസ്റ്റ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ എന്തൊരു ഷെയർ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷെയർ അല്ലെ? ഇപ്പൊ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ആണ്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ കമ്പനിയുടെ എന്ത് ചെയ്യാം ഓണർഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം ഓരോരുത്തർക്ക് നമ്മൾ മുതലാളിമാർക്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും അവന്മാരെ കയ്യിൽ നമ്മൾ ക്യാഷ് മേടിക്കും. അപ്പോൾ നമ്മുടെ കമ്പനി ഇക്വിറ്റി റിലേറ്റഡ് നമ്മുടെ ഷെയർ റിലേറ്റഡ് അനലിസ്റ്റ് എന്നൊരു ജോബ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ജോലിക്ക് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് അടുത്തൊരു ജോബാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. ഈ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ കയ്യിൽ എന്തുണ്ട് എത്ര പൈസ നമുക്ക് കമ്പനിക്ക് ഈ കൊല്ലം വേണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ചെലവഴിക്കണം, എന്ത് ചെയ്യും എത്ര എമൗണ്ട് നമുക്ക് ഇൻഫ്ലോ വരും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഔട്ട്ഫ്ലോ വരും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യും ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മളൊരു മാസത്തേക്ക് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യും അല്ലെ? നമുക്ക് എത്ര വരുമാനം കിട്ടും, നമുക്ക് എത്ര ചെലവുകൾ വരും, അതിനനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും അല്ലെ ചില ആൾക്കാർ കുറിക്ക് കൂടും അതിനനുസരിച്ച്. അപ്പൊ ഇതേപോലെ ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞാട്ടോ, ഇതേപോലെ നമ്മുടെ കമ്പനിയിൽ എന്തുണ്ട് ഒരുപാട് ഫൈനാൻസ് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഫണ്ടിങ്ങിന്റെ. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കണേയും അതിനെ അനലൈസ് ചെയ്യുന്ന ജോബാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. അതും നല്ലൊരു ജോബാണ്. പിന്നെ അതേപോലെ റവന്യൂ അനലിസ്റ്റ്. നമുക്കറിയാം ഇപ്പൊ എന്റെ കമ്പനി ഒരു എക്സാമ്പിൾ പറയട്ടോ, എന്റെ കമ്പനി കാർ ഉണ്ടാക്കി വെക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ സങ്കല്പിക്കാം എന്റെ കമ്പനി കാർ ഉണ്ടാക്കും വെക്കും. അപ്പൊ എന്റെ കമ്പനിയുടെ എക്സാമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കമ്പനി കാർ ഉണ്ടാക്കി വെക്കുന്ന കമ്പനിയാണ്. അപ്പൊ എന്റെ കമ്പനിക്ക് കാർ ഉണ്ടാക്കി വെക്കും. പല മോഡൽ കാർ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു കാർ കമ്പനി സുസൂക്കി എടുക്കാണ്. ആ സുസൂക്കി പല മോഡൽ കാറുകളുണ്ട് അല്ലെ? ചിലപ്പോ അവരെ ഒരുപാട് എന്ത് ചെയ്യും, ചിലപ്പോ വാഗ്നർ ഉണ്ട്, അതേപോലെ വേറെ ഒരുപാട് മോഡൽ അവർക്ക് എന്തുണ്ട് കാറുകളുണ്ട്. അപ്പൊ ഈ റവന്യൂ അനലിസ്റ്റ് പറഞ്ഞാ നമുക്ക് ഏത് കാറിൽ നിന്നാ കൂടുതൽ വരുമാനം കിട്ടുക, ഓക്കെ ഏത് കാര്യം നമുക്ക് കുറഞ്ഞു, ഇങ്ങനെ റവന്യൂ അനലിസ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മുടെ വരുമാനങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ജോബാണത്. അതുപോലെ ഫൈനാൻസ് മാനേജർ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ കമ്പനിയിലത്തെ ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ അങ്ങനത്തെ ജോബാണ് ഫൈനാൻസ് മാനേജർ. ഓക്കെ ഇതൊക്കെ ഓരോ ജോലികൾ കേട്ടോ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. അപ്പൊ അടുത്തത് ഇൻവെസ്റ്റ് അഡ്വൈസേഴ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ജോബ്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി പോയി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ അതിൽ കുറെ ക്യാഷ് ഉണ്ട്, നിങ്ങൾ വർക്കിന് പോയി നിങ്ങൾ അതിൽ കുറെ ക്യാഷ് ഉണ്ട്. ഈ ക്യാഷ് വെറുതെ വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലാതെ അതിപ്പോ കൂടുന്നില്ല. അപ്പൊ ഇൻവെസ്റ്റ് അഡ്വൈസേഴ്സിന്റെ പണി എന്താ പറയുക? ഇപ്പൊ നമ്മുടെ കമ്പനി ഇപ്പൊ നിങ്ങളൊരു കമ്പനി പോയി വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ മാനേജർ നിങ്ങൾ പറയും എടാ മോനെ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഇത്ര ലക്ഷങ്ങൾ നമുക്ക് എന്തൊരു സേവിങ്സ് ഉണ്ട്, ഇത് നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കും സാറേ നമുക്ക് ഇത്ര എമൗണ്ട് നമുക്ക് ദുബായിൽ ഒരു പുതിയ ഫ്ലാറ്റ് നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നമുക്ക് എന്ത് കിട്ടും ലാഭം കിട്ടും, കുറച്ച് പൈസ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, കുറച്ച് പൈസ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക അഡ്വൈസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ CMA. നമുക്ക് ഇതിനെ പറ്റി ഒരു ചാപ്റ്റർ ഒരു സബ്ജക്റ്റിനെ പഠിക്കാനുണ്ട് പാർട്ട് 2 പറഞ്ഞതിൽ എങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ ഇതേപോലെ ഞാൻ പറയാം ഇത് പഠിപ്പിക്കുന്ന വെറുതെ അല്ല, നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ജോലികൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻവെസ്റ്റ് അഡ്വൈസേഴ്സ് പറയുക ഇപ്പൊ നമ്മളൊരു കമ്പനി പോയി വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനികൾ എന്ത് ചെയ്യും അവർക്ക് ഒരുപാട് എമൗണ്ട് ക്യാഷ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യണം ആ മുതലാളിമാരോട് നിങ്ങൾ പറയണം കുറച്ച് എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് എമൗണ്ട് പുതിയ പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ലൊരു ജോലി സാധ്യത പറഞ്ഞ ജോബാണ്. അടുത്ത ഫൈനാൻസ് കൺട്രോളർ. ഇപ്പൊ ചില കമ്പനിയിലൊക്കെ എന്ത് ഫൈനാൻസ് കൺട്രോൾ ചെയ്യണം അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഫൈനാൻസ് കൺട്രോൾ ചെയ്യില്ല. എങ്ങനെയാണ് നമുക്ക് അനാവശ്യമായ ചെലവുകളൊക്കെ കുറക്കുക അല്ലെ? അങ്ങനത്തെ കാര്യങ്ങൾ. ഇതേപോലെ കമ്പനിയിൽ എന്തുണ്ട് ഫൈനാൻസ് കൺട്രോളർമാരുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലെ? ഇനി അടുത്തത് ചീഫ് ഫൈനാൻസ് ഓഫീസർ CFO. ഈ ഒരു ജോലി കിട്ടണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം. എന്ന് വെച്ചാൽ നിങ്ങൾ CMA ഒരു കമ്പനിയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് ആ ജോലിക്ക് നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി. കാരണം ഇപ്പൊ ഒരാൾ CMA യൂസ് ആയതുകൊണ്ട് അയാളെ പിടിച്ച് മോനെ നീ പോയിട്ട് CFO ആവ് അല്ലെങ്കിൽ ചീഫ് ഫിനാൻസ് ഓഫീസർ അങ്ങനെ പറയില്ല. കാരണം CFO പറയുന്നത് ഒരു കമ്പനിയുടെ ഹെഡ് തലയാണ്. എന്ന് വെച്ചാൽ ആ ഫിനാൻസ് ഓഫീസറിന്റെ ഹെഡാണ്. അപ്പൊ നിങ്ങൾ CMA യൂസ് ചെയ്യുന്ന ഓക്കെ പ്ലസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ആ കമ്പനിയിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് നടക്കും. ഓക്കെ ഇപ്പൊ നമ്മൾ CMAs പോലുള്ള പ്രൊഫഷണൽ കോഴ്സിന് എന്തുകൊണ്ട് ഇങ്ങനെ ഡിമാൻഡ് വരുന്നു ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പൊ ഞാനൊരു കഥ കേട്ടതാണ്. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ CMAs മുമ്പ് ഇപ്പൊ ഞാനൊക്കെ ഡിഗ്രി BCom ആണ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ എന്റെ ഇപ്പൊ ഒരാള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം BCom ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ഇപ്പം CMAക്ക് പഠിച്ചു അദ്ദേഹം ക്വാളിഫൈഡ് ആയി CMA ക്വാളിഫൈഡ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എടാ നമ്മൾ BCom ഒക്കെ എടുത്ത് പഠിച്ച് പാസ്സായിട്ട് നമ്മൾ ഒരു
ഒരു കമ്പനിയിൽ കയറി. അപ്പൊ നമുക്ക് എത്തുന്നതിന് ഒരു പരിധി ഉണ്ട്. കാരണം നമ്മൾ ആ ബികോം എന്ന പ്രൊഫഷണൽ ഡിഗ്രി വെച്ച് നമുക്ക് എത്തുന്നതിന് ഒരു പരിധി ഉണ്ട്. നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എത്തുന്നതിന് പരിധി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നുണ്ട് ചിലപ്പോൾ CMA ACC പോലുള്ള കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ കാട്ടിയും മികച്ച രീതിയിൽ അവർ പ്ലേസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് ഇത്രയും കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കമ്പനിയിൽ എന്തുണ്ട്, ഒരു പ്രൊഫഷണൽസിനെ പരിഗണന കൊടുക്കുള്ളൂ. ഓക്കെ അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സിന് ഡിമാൻഡ് വരുന്നത്. ഓക്കെ, കാരണം കമ്പനികൾ എന്തുണ്ട്, അവര് ഇപ്പൊ നിങ്ങൾ കമ്പനിയിൽ ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ ഡിഗ്രിയോ +2 ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ കുറെ വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കാര്യമില്ല. നിങ്ങളെക്കാട്ടി എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു കുട്ടിയുണ്ട്, ഒരു സ്റ്റുഡന്റ്, ഒരു വ്യക്തി എന്ന് വിചാരിച്ചു, അദ്ദേഹത്തിന് ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, CMA പോലുള്ള ക്വാളിഫിക്കേഷൻ ആവാം. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്യും, നിങ്ങളെക്കാട്ടി ഉയർന്ന പൊസിഷനിൽ അവരെന്ത് ചെയ്യും, പ്ലേസ്ഡ് ചെയ്യും. ഓക്കെ അല്ലെ? അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഡിമാൻഡ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളെ CMUs പഠിച്ച് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് ജോലി സാധ്യതകൾ നിറഞ്ഞ കോഴ്സാണ് CMUs. നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ് CMUs ബേസിക്കൽ കാര്യങ്ങള്. അടുത്തത്, നമ്മൾ CMUs പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലികൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോറി, അത് ഞാൻ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ കമ്പനികൾ ടോപ്പ്, ഞാൻ കുറച്ച് കമ്പനികളെ കാര്യം പറഞ്ഞത്, ഏതൊക്കെ ടോപ്പായ കമ്പനികൾ CMUs ഹയർ ചെയ്യുന്നുണ്ട്. ഒന്ന് വിപ്രോ, നമുക്കറിയാം അത്യാവശ്യം അല്ലെ നല്ലൊരു കമ്പനിയാണ് ഇത് വിപ്രോ. അതേപോലെ ആമസോൺ. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഏതാണ്, ഒരുപാട് അസെഞ്ചർ. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ എന്റെ കുറച്ച് ബാച്ചിലുള്ള സ്റ്റുഡൻസ് അവരെന്ത് ചെയ്യും, അസെഞ്ചർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഫ്രഷർ ആയിട്ടാണ് കയറിയത്. അവർക്ക് എന്ത് ഇപ്പോ ലേറ്റസ്റ്റ് ഒരു 4-5 മാസമായിട്ടുണ്ടല്ലോ. ഓക്കെ അല്ലെ, അവർ ആ സ്റ്റുഡൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ EY, നമുക്കറിയാം ബിഗ് 4ൽ പെട്ടൊരു കമ്പനിയാണ് EY അല്ലെ. നമുക്ക് EYയിൽ ഇപ്പൊ അടുത്ത് വരെ ഒരു 2 ആഴ്ച മുമ്പ് വരെ EYയിൽ എന്തുണ്ട്, CMUs ട്രെയിനീസിന് എന്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡിലോയിറ്റ്. ഇനി ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളൊക്കെ സെർച്ച് ഒരുപാട് CMUs ഹയർ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ നമുക്ക് കിട്ടും. അതിൽ പ്രമുഖമായ കുറച്ച് കമ്പനികളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വിപ്രോ, ആമസോൺ, കാറ്റർപില്ലേഴ്സ്, അസെഞ്ചേഴ്സ്, EY, ഡിലോയിറ്റ്. ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നു, CMA USA ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ജോലി സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് CMUsലെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്. ഓക്കെ, അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവാം, CMUsൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവാം. ഓക്കെ, അപ്പൊ പാർട്ട് 1, പാർട്ട് 2 ഇങ്ങനെ 2 സബ്ജക്റ്റ് ആണ്. ഈ പാർട്ട് 1 ഒരു പേരുണ്ട്, പാർട്ട് 2 ഒരു പേരുണ്ട്. അപ്പൊ ഈ 2 പരീക്ഷ നമുക്ക് എഴുതാനുള്ളത്. ഇപ്പൊ ഒരു കുട്ടി പാർട്ട് 1 എഴുതി, പാർട്ട് 2 എഴുതി. അപ്പൊ CMUs രണ്ടും പഠിച്ച് പാസ്സായ CMUs എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഖത്തം, തീർന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പറയാണ്. ഓക്കെ അല്ലേ? ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറയാണ്. കാരണം നിങ്ങളിപ്പോ ഈ ബേസിക് ക്ലാസ്സിൽ ആരും സബ്ജക്റ്റിനെ കുറിച്ച് പറയാറില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഓവർവ്യൂ ആണ്, നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ അത് നോട്ട് ചെയ്ത് വെക്കുന്നത് CMA സബ്ജക്റ്റ്. ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് പാർട്ട് 1. ഓക്കെ അല്ലെ? ചില കുട്ടികൾ ചോദിക്കും, സാർ ഈ പാർട്ട് 1ന്റെ ബാക്കിയാണോ പാർട്ട് 2? ഏതുപോലെ അറിയാം. ചില കുട്ടികൾ KGF 1 കണ്ട കുട്ടികൾക്കല്ലേ, ഇപ്പൊ ഞാൻ KGF 1 കണ്ട്, എനിക്കല്ല KGF 2 മനസ്സിലാവാം. ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റ് KGF 2 കണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവോ? നിങ്ങൾ വിചാരിക്കണ്ട ഈ റോക്കി ബൈ എന്തൊക്കെ ചെയ്യും നിങ്ങൾ വിചാരിക്കും അല്ലെ. ചില കുട്ടികൾ എന്നോട് പറഞ്ഞ ഡൗട്ട് എപ്പോഴും ചോദിക്കും, സാർ ഈ പാർട്ട് 1ന്റെ ബാക്കിയാണോ പാർട്ട് 2? അങ്ങനെയൊന്നല്ല, രണ്ടും നമ്മൾ പേര് അങ്ങനെ പറഞ്ഞോളൂ, പാർട്ട് 1, പാർട്ട് 2. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് 2 ഫസ്റ്റ് പഠിക്കാം, എക്സാം എഴുതാൻ പാസ്സാവാം. അല്ലെങ്കിൽ പാർട്ട് 1 എഴുതാം, അതൊന്നും പ്രശ്നമില്ല. ഒന്നിന്റെ ബാക്കിയല്ല മറ്റേത്. ഓക്കെ അല്ലെ? അപ്പോ പാർട്ട് 1ൽ നമുക്ക് എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ട്. അതിനു മുമ്പ് പാർട്ട് 1ന്റെ പേരെന്താ നമ്മൾ അറിയേണ്ടത്? അതിന്റെ പേരാണ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് പെർഫോമൻസ് അനലിറ്റിക്സ്. ഇതാണ് പാർട്ട് 1ന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ പാർട്ട് 1ൽ 6 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ അല്ലെ? പാർട്ട് 1ൽ നമുക്ക് എത്ര സബ്ജക്റ്റ് പഠിക്കാണ്ട്? 6 സബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാണ്ട്. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ, ഒന്നാമത്തെ സബ്ജക്റ്റ്. ഓക്കെ, അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ റിപ്പോർട്ടുകൾ, നമ്മൾ ഒരുപാട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ്, അതാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റിയ ടോപ്പിക്, നല്ലൊരു ടോപ്പിക്കാണ്. രണ്ടാമത്തെ എന്താണ്? പ്ലാനിങ്, ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മൾ പ്ലാൻ ആക്കൂലേ അല്ലെ? അപ്പൊ ഇതേപോലെ കമ്പനികൾ എന്ത് ചെയ്യും, അവരെ കാര്യങ്ങൾ അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 20 കൊല്ലത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കമ്പനികൾ പ്ലാൻ ആക്കും.
ഓക്കെ, അതുപോലെ ബജറ്റിംഗ് പ്രിപ്പയർ ചെയ്യും അല്ലെ, അതുപോലെ ഫോർകാസ്റ്റ് ചെയ്യും. അടുത്ത കൊല്ലം നമുക്ക് എത്ര ഡോളറിന്റെ കച്ചവടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എത്രത്തോളം യൂണിറ്റ് നമുക്ക് വിൽക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ആപ്പിള് അല്ലെ, ആപ്പിളിന് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഈ ആപ്പിൾ പറഞ്ഞ കമ്പനി എന്ത് ചെയ്യും, അടുത്ത കൊല്ലം ഐഫോൺ എത്ര വിറ്റ് പോകാൻ സാധ്യതയുണ്ട്, അവർ ഫോർകാസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മള് മനുഷ്യന്മാർ, നമുക്ക് അടുത്ത കൊല്ലം എന്താ നടക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രവചിക്കാനേ പറ്റുള്ളൂ, എക്സാക്ട് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ കമ്പനി ഒരുപാട് ടെക്നിക്കൽ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഫോർകാസ്റ്റിംഗ് ചെയ്യും. അതൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. അതൊരു പ്രോബ്ലം ഏരിയയാണ്, ഒരു 80% പ്രോബ്ലം റിലേറ്റ് ഏരിയയാണ് ഇത്, രണ്ടാമത്തെ ടോപ്പിക്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പേര് അധ്വാനമാണ് നമ്മുടെ കമ്പനി അല്ലെ. അപ്പൊ നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, ഇപ്പോ തുടങ്ങുമ്പോൾ ഓരോരുത്തർക്ക് ഒരു ടാർഗറ്റ് കൊടുക്കും. ഒരു എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ എന്റെ കമ്പനിയിൽ ഞാനൊരു സെയിൽസ് മാനേജർ പറഞ്ഞു, എടാ സെയിൽസ് മാനേജർ നീ എന്ത് ചെയ്യണം, അടുത്ത കൊല്ലം 2025 1 lakhന്റെ കച്ചവടം പിടിക്കുന്ന അയാളോട് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾക്ക് മനസ്സിലായി അടുത്ത കൊല്ലം എന്ത് ചെയ്യണം, മുതലാളി പറഞ്ഞിട്ട് അടുത്ത കൊല്ലം 1 lakhന്റെ കച്ചവടം പിടിക്കണം. ഇതാണ് അയാൾക്ക് കൊടുത്ത എന്ത് ചെയ്യും പ്ലാനിങ്, അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്ത എസ്റ്റിമേറ്റഡ് റവന്യൂ. അയാളോട് പറയാണ്, ഇപ്പൊ എന്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു മാനേജർ ഉണ്ട്, സെയിൽസ് മാനേജർ ആണ്. അയാൾ ഞാൻ പറയാം, എടാ അടുത്ത കൊല്ലം നമുക്ക് എന്ത് ചെയ്യണം, 1 ലക്ഷത്തിന്റെ കച്ചവടം സെയിൽസ് ജനറേറ്റ് ചെയ്യണം, കച്ചവടം വേണം. അപ്പൊ അദ്ദേഹം വർക്ക് ചെയ്ത് കഷ്ട അവർക്ക് കൊടുത്തിട്ട് അവരുടെ ലക്ഷ്യം എന്തായിരിക്കും, എങ്ങനെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വർക്ക് ചെയ്ത് ആ സെയിൽസ് മാനേജർ, ഓക്കെ, ഈ സെയിൽസ് മാനേജർ വൃത്തിയിൽ വർക്ക് ചെയ്ത് 1 കൊല്ലം കഴിഞ്ഞ്, ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി, ഇയാള് വളരെ മനോഹരമായി പണിയെടുത്തപ്പോൾ നമ്മുടെ കമ്പനിക്ക് എന്ത് കിട്ടി, 1,20,000 സെയിൽസ് കിട്ടി, കച്ചവടം കിട്ടി. സിമ്പിളായി പറയുകയാണെങ്കിൽ കച്ചവടം കിട്ടി. അപ്പൊ നിങ്ങൾ പറയും ഇയാളെ പെർഫോമൻസ് ഗുഡ് ആണോ ബാഡ് ആണോ, ഞാൻ ജനറലി ചോദിക്കണം. എല്ലാവരും ഒന്ന് കമന്റ് ബോക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ചാറ്റ് യൂസ് ചെയ്തേ. ഓക്കെ അല്ലെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, ഒരാള് ഒരു മാനേജർ, ഇപ്പൊ എന്റെ കമ്പനിയിൽ ഒരു മാനേജർ ഉണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ട് അയാൾക്ക് ഞാൻ ടാർഗറ്റ് കൊടുക്കാണ്, എടാ നീ അടുത്ത കൊല്ലം 1 ലക്ഷത്തിന്റെ കച്ചവടം സെയിൽസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്തു, അത് വെച്ച് വർക്ക് ചെയ്ത് 1 കൊല്ലം കഴിഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തു, 1,20,000 എന്ത് ചെയ്തു, കച്ചവടം ഉണ്ടാക്കി. ഓക്കെ, 1,20,000. നിങ്ങൾ പറയും അയാളെ പെർഫോമൻസ് ഗുഡ് ആണോ ബാഡ് ആണോ, അയാൾ നല്ലപോലെ വർക്ക് ചെയ്തില്ലേ, ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. ഓക്കെ, എന്തായിരിക്കും, കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്ത് അല്ലെ, യെസ്, ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, എന്താണ് ആൻസർ, എന്താണ് അദ്ദേഹത്തിന് കൊടുത്തിട്ട്. അപ്പൊ നിങ്ങൾ ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ആ ടോപ്പിക്കിൽ പഠിക്കാൻ പോണ കാര്യങ്ങൾ കുറച്ചൊന്ന് പറഞ്ഞാണ്. ഓക്കെ അല്ലെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ്, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഗുഡ് ആണ്, കാരണം അദ്ദേഹം നല്ല വൃത്തിയിൽ വർക്ക് ചെയ്തല്ലേ. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കമ്പനിയിലെ പെർഫോമൻസ് എങ്ങനെ മാനേജ്മെന്റ്, എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഏതാണ്, സെക്ഷൻ സോറി, നെക്സ്റ്റ് ഏതാണ്, അടുത്ത സബ്ജക്ട് കോസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവും, ചെലവുകൾ ഉണ്ടാവും അല്ലെ, അതെങ്ങനെയൊക്കെയാ മാനേജ് ചെയ്യാം, അനാവശ്യമായ ചെലവുകൾ നമുക്ക് അതിനെ ഒഴിവാക്കാം അല്ലെ, എങ്ങനെയൊക്കെ എഫിഷ്യന്റ് ആവാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കൂലേ. ഇപ്പൊ നമുക്കറിയാം ഒരു കമ്പനിയിൽ ഒരുപാട് കോസ്റ്റുകൾ വരും. അപ്പൊ ആ കോസ്റ്റിനെ എങ്ങനെയൊക്കെ എന്ത് ചെയ്യും, മാനേജ്മെന്റ് ചെയ്യാം. അതാണ് കോസ്റ്റ് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സബ്ജക്ട് ഏതാണ്, ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ എന്തുണ്ട്, ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ലേ, മാനേജറും സ്റ്റാഫും ആയിട്ട്. ഇത് മനുഷ്യന്മാരല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ അവരൊക്കെ നമ്മുടെ കമ്പനിയിലെ പല കാര്യങ്ങളും എങ്ങനെ കൺട്രോൾ ചെയ്യാം. നിങ്ങൾ കണ്ടാവും നമ്മുടെ കമ്പനിയിൽ CCTV ക്യാമറ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ വലിയ വലിയ കമ്പനികൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു കാർഡ് നൽകും, നിങ്ങൾ ID കാർഡ്. നിങ്ങൾ ഏത് റൂമിൽ കയറുമ്പോൾ ആ ID കാർഡ് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഡോറൊക്കെ തുറക്കും. ഇതൊക്കെ കൺട്രോളിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ആ കമ്പനി എല്ലാവർക്കും ഫ്രോഡ് ചെയ്തൂടെ. അപ്പോ നമ്മുടെ കമ്പനിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അതാണ് ഇന്റേണൽ കൺട്രോൾ പറഞ്ഞ സബ്ജക്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വന്ന ടോപ്പിക് ഏതാണ്, ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. ഇതാണ് ലാസ്റ്റ് സബ്ജക്റ്റ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന AI പോലെയുള്ള, അതേപോലെ എന്താണ് അങ്ങനത്തെ കുറച്ച് ടെക്നോളജി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്, ടെക്നോളജി റിലേറ്റഡ് ടോപ്പിക്കാണ് ഇത് ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ അല്ലേ, അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇത് ബേസിക്കലി ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇതാണ് നമുക്ക് പാർട്ട് 1 നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താണ്, നമ്മൾ പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് തരും. ഓക്കെ അല്ലേ, യെസ്.
അപ്പൊ ഈ ഒരു PDF ഷെയർ ചെയ്ത് തരാം, നിങ്ങൾ വായിച്ചു നോക്കാം. ഇതേപോലെ പാർട്ട് 2 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, പാർട്ട് 2 വിളിക്കുന്ന പേര്, പാർട്ട് 2 നമ്മളെ രണ്ടാമത്തെ ഭാഗം, അതിന് വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജർ. എന്റെ അഭിപ്രായം, എന്റെ ഒപ്പീനിയൻ ആണ്, ഇതൊരു ജനറൽ ആയിട്ട് എന്ന് വെച്ചാല് ആർക്കും വൃത്തിയിൽ പഠിച്ചിന് ആർക്കും ഈസിയായി സ്കോർ ചെയ്യാൻ ഏരിയയാണ് ഇത്. ഓക്കെ അല്ലെ? അത് കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്താൽ മതി. നിങ്ങൾ ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്, കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യാം. അപ്പോ ടോപ്പിക് ഇതിൽ 6 സബ്ജക്റ്റുകളുണ്ട്. ഈ പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഒരു എക്സാം ആണ്. അതിൽ നമുക്ക് 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരാൾ ചോദിച്ചു എനി ഡിഗ്രിയാ, നമുക്ക് ഏത് ഡിഗ്രിയും പറ്റും. പക്ഷെ ഞാൻ പറയാം CMUSക്ക് ബേസിക് എന്താ പറയുക, +2 മതി. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം, നമുക്ക് പാർട്ട് 2, കാരണം നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, കാരണം നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ, ഈ ക്ലാസ്സോട് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടും. ഓക്കെ, ഇനി പാർട്ട് 2 രണ്ടാമത്തെ പരീക്ഷയാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ രണ്ടാമത്തെ ഭാഗമാണ് പാർട്ട് 2. അതിന്റെ പേര് ഞാൻ പറഞ്ഞു, ഒക്കെ ഓർത്തു വെക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ കുറിച്ച് മൊത്തം ഐഡിയ കിട്ടുള്ളൂ, സബ്ജക്റ്റിനെ പറ്റിയിട്ട്. ഓക്കെ, പാർട്ട് 2 നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ അനലൈസ് ചെയ്യാം. നിങ്ങൾ പല ന്യൂസ് കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താ ന്യൂസ് എങ്ങനെയായിരിക്കും? നെയ്ക്ക് എന്ന കമ്പനിക്ക് അവരെ പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടി. ഇങ്ങനെയൊക്കെ ന്യൂസ് കേൾക്കും നിങ്ങൾ അല്ലെ? അല്ലെങ്കിൽ വേറെ എക്സാമ്പിള്, നമ്മളെ ടാറ്റ കമ്പനിയുടെ പ്രോഫിറ്റ് റിലയൻസ് കമ്പനിയേക്കാൾ ഈ വർഷം 10% കൂടി. ഇതൊക്കെ എങ്ങനെയാണ്? ആ കമ്പനികളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസ് ചെയ്തിട്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ കമ്പനികളുടെ റിപ്പോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കമ്പനികളെ റിപ്പോർട്ട് എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം. ഇത് നമുക്ക് ഈസിയായി സ്കോർ ചെയ്യുന്ന ഏരിയയാണ്. എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ഒരു സെക്ഷനാണ് ഇത്, ഒരു ഏരിയയാണ് ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ അല്ലെ? രണ്ടാമത് ടോപ്പിക് ഏതാണ്? കോർപ്പറേറ്റ് ഫൈനാൻസ്. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഫണ്ട് റിലേറ്റഡ്, നമ്മുടെ കമ്പനിക്ക് ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് പൈസക്ക് ആവശ്യം വന്നു അല്ലെ, ഞാൻ പറഞ്ഞൊരു വ്യക്തിക്ക് ക്യാഷിന് ആവശ്യം വന്നു, നമ്മൾ എന്താ ചെയ്യാ? ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കും, അല്ലെങ്കിലോ ഞാൻ കടം മേടിക്കും. ഇപ്പൊ കമ്പനി പറഞ്ഞെന്താണ്, കമ്പനിക്ക് പൈസക്ക് ആവശ്യം വന്ന കമ്പനി എന്താ ചെയ്യാ? ഒന്നീ കമ്പനിയുടെ ഓണർഷിപ്പ് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും, ഷെയർ കൊടുക്കും, എന്നിട്ട് കമ്പനി പൈസ മേടിക്കും. അടുത്തതോ കമ്പനി കടം മേടിക്കും അല്ലെ, ലോണ് പോലുള്ള കടം എടുക്കും. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഫൈനാൻസ്, നമ്മുടെ കമ്പനിയുടെ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു ലെങ്തി ഏരിയയാണ്. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, സ്കോറിംഗ് ടോപ്പിക് ആണ്. ഇനിയാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ്, ഡിസിഷൻ അനാലിസിസ്. എന്താണ് ഡിസിഷൻ അനാലിസിസ്? ഒരാൾ ചോദിച്ചു ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണ് ഗുഡ്. അപ്പോ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു വർക്കിംഗ് പ്രൊഫഷനിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വേറെ സപ്പോസ് ഇപ്പൊ ഡിഗ്രി ഓഫ്ലൈൻ കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാ ബെറ്റർ, ഏതാണ്? ഓൺലൈനാണ് ബെറ്റർ. കാരണം എന്തുകൊണ്ടറിയോ, നമ്മളിപ്പോ ഞാനിപ്പോ വേറെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ല? അപ്പൊ ഞാൻ ഓൺലൈനാണ്. കാരണം എന്തുകൊണ്ടാ, ഓൺലൈൻ ക്ലാസ്സും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വൃത്തിയിൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പക്ഷെ ഓഫ്ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ ലൈവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും അതിന്റെ ലിമിറ്റേഷനും ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഡിഗ്രി +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈനിനെക്കാട്ടും ബെറ്റർ എന്താ, ഓൺലൈനാണ് എന്റെ അഭിപ്രായ പ്രകാരം. ഓക്കെ അല്ലെ? നിങ്ങൾ കറക്റ്റ്, എന്റെ അഭിപ്രായ പ്രകാരം നിങ്ങൾ കറക്റ്റ് ഓൺലൈന് കറക്റ്റ് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് അത് മതി. ഓക്കെ, നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് നിങ്ങൾക്ക് നൽകും. അപ്പൊ നിങ്ങളിപ്പോ സപ്പോസ് നിങ്ങൾക്ക് ഒരു ദിവസം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ലൈവില്, ഇപ്പൊ നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നമ്മളെ മാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന്റെ വീഡിയോ അയച്ചു തരും. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഡിലേ ആക്കരുത്. ഈ ഓൺലൈൻ ക്ലാസ്സിനെ പ്രത്യേകത തരും, ചില ആൾക്കാർ ഡിലേ ആക്കും. ഓക്കെ അല്ലെ? അങ്ങനെ ഡിലേ ആക്കിയ പ്രശ്നമാണ്. ഓക്കെ, ഡിലേ ആക്കാതെ കറക്റ്റ് പോയി എന്ത് ചെയ്യും, ഓൺലൈൻ ക്ലാസ് ബെറ്റർ ആയി മാറും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ മൂന്നാമത് പഠിക്കുന്ന ഏതാണ്, ഡിസിഷൻ അനാലിസിസ്. അത് കാണാപ്പാഠം പഠിക്കേണ്ട ഏരിയയിൽ നമ്മൾ ഒരാളെ തലേന്ന്, ഇപ്പോ നിങ്ങൾ ദിലീപിന്റെ കിങ് ലെയർ പറഞ്ഞ പടം കണ്ടില്ലേ, നിങ്ങൾ കാണാസുണ്ടെങ്കിൽ പറയണേ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി പറയാണ്. ദിലീപിന്റെ കിങ് ലെയർ എന്ന പടം ഉണ്ട്. ആ പടത്തിൽ ദിലീപിന് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, കാരണം ഓൻ എന്ത് ചെയ്യുന്നു, അങ്ങേറ്റം ഉടായിപ്പ് എന്ന് വെച്ചാൽ കിങ് ലെയർ ഭയങ്കര നുണ രാജാവ്, അവൻ ഒരുപാട് എന്തുണ്ട്, നുണ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ദിലീപ്. പക്ഷെ ദിലീപ് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയിൽ കയറി പറ്റുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവനക്ക് കൊടുക്കുന്ന ടാസ്ക് ഉണ്ട്. എന്താണ്, സിമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ആ സീൻ പല ആൾക്കാരും കണ്ടാവും, ഇനി കാണാത്ത ആൾക്കാർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇപ്പൊ ദിലീപിനോട് കൊടുക്കുന്ന ടാസ്ക് എന്തറിയോ, അവനോട് പറയും, ദിലീപിനോട് പറയും,
അവനോട് ഒരു എന്തോ ഒരു ലൈക്ക് എന്താ പറയുക പേസ്റ്റോ കോൾഗേറ്റ് പോലുള്ള ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു മരുന്ന് എന്തോ സംഭവം അവനോട് പറയും ഇതിന്റെ സെയിൽ കൂട്ടണം, കച്ചവടം കൂട്ടണം എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റൂല. എന്നാ എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരു 500 രൂപയ്ക്ക് വാങ്ങിയ ഷർട്ടാണ്, ആ ഒരു 500 രൂപയുടെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ആ കമ്പനി നല്ലോണം ക്വാളിറ്റി കൂടി നമ്മൾ നല്ലോണം മേടിക്കും. അപ്പൊ ദിലീപിന് കൊടുത്ത ടാസ്ക് ഇങ്ങനെയാണ്, ഈ ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽ കൂട്ടണം. ഇതൊരു പേസ്റ്റ് പോലെ പ്രൊഡക്റ്റ് ആണ്, അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ സെയിൽ കൂട്ടണം. അതിന് കൊടുത്ത ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് കുറക്കാനും പറ്റൂല. സെല്ലിംഗ് പ്രൈസ് കൊടുത്താൽ ആൾക്കാർ എന്തായാലും മേടിക്കും അല്ലെ. ഇപ്പൊ 100 രൂപക്ക് കിട്ടുന്ന സാധനം 5 രൂപക്ക് വന്നാൽ എല്ലാവരും മേടിക്കും. അങ്ങനെ പറ്റൂല. സെല്ലിംഗ് പ്രൈസ് കുറക്കാനും പറ്റൂല, എന്നാൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ദിലീപിന് കൊടുത്ത്, ദിലീപിന് ആ പടത്തിൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധി ഉപയോഗിച്ച് എന്താണ് അവനെന്ത് ചെയ്ത് സെയിൽസ് കൂട്ടി. അപ്പൊ എന്നിട്ട് ചോദിക്കും, മാനേജർ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ. അവൻ പറയുന്നതാണ്, ഞാൻ ആ ട്യൂബിന്റെ മൗത്ത് കൂട്ടി. ഓക്കെ അല്ലെ. ഇത് ഞാൻ പണ്ട് ഏതോ ഒരു വിദ്യാർത്ഥിയുടെ ഇത് കേട്ടാണ്, പിന്നെ ഈ പടത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ദിലീപ് പറഞ്ഞൊരു റീസൺ ആണ്, ഞാൻ എന്ത് ചെയ്തു, ഈ പേസ്റ്റിന്റെ മൗത്ത് കൂട്ടി. മൗത്ത് കൂട്ടിയപ്പോ എന്ത് ചെയ്ത്, നമ്മളെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസംഷൻ കൂടി അല്ലെ. ഇപ്പൊ നമ്മൾ രാവിലെ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ ആ പേസ്റ്റിന്റെ മൗത്ത് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, അറിയാതെ എന്ത് ചെയ്യും, നമ്മൾ ഇതാക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ ഈ ടോപ്പിക് ഇനി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡിസിഷൻ അനാലിസിസ് പറഞ്ഞ എന്താ അറിയോ, നമ്മുടെ കമ്പനിയിൽ നമ്മൾ പല ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അത് നല്ലൊരു ടോപ്പിക്കാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കാണാപ്പാടം പഠിക്കുന്ന ടോപ്പിക് ഒന്നുമില്ല, ഫുൾ എന്ത് ചെയ്യും, ഡിസിഷൻസ് ആണ്. ഓക്കെ. ഇപ്പൊ ഈ ടോപ്പിക്കിന്റെ പേര് മാറിയിരിക്കുന്നത് ബിസിനസ് ഡിസിഷൻ അനാലിസിസ് എന്ന പേരായി മാറിയിരിക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പോ ഡിസിഷൻ അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ എന്റെ മാനേജർ, ഞാൻ CMA ക്വാളിഫൈഡ് കമ്പനി പോയി, അപ്പൊ എന്റെ മാനേജർ എന്നോട് വന്ന് പറയാണ്, എടാ നീ CMA ക്വാളിഫൈഡ് അല്ലേ, എനിക്കൊരു പണി തരാം, നമ്മളെ കമ്പനി അടുത്തുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്, നീ പറയണം ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്ര രൂപക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ എത്ര രൂപക്ക് വിറ്റ് നമുക്ക് എത്ര ലാഭം കിട്ടും. ഇങ്ങനെ പല ഡിസിഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. അതുപോലെ വേറെ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ആപ്പിൾ പറഞ്ഞ കമ്പനി ഐഫോൺസിന് ആവശ്യമുള്ള ഡിസ്പ്ലേ അവർക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ സ്വന്തം ഐഫോണിന്റെ പ്ലാന്റിൽ അല്ലെങ്കിൽ അവരെ മാനുഫാക്ചർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ആപ്പിൾ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ, അവർ സാംസങ്ങിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ് മേടിക്കുന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേ മേടിക്കണോ അല്ലെങ്കിൽ സ്വന്തമായി നിർമ്മിക്കണോ, ഇതൊക്കെയാണ് ഇങ്ങനത്തെ കുറെ ഡിസിഷൻസ് ആണ് നമ്മൾ അത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ. അത് ഞാൻ പറഞ്ഞ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക് ഏതാണ്, റിസ്ക് മാനേജ്മെന്റ്. ശ്രദ്ധിക്കണേ. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. CMAOസിലെ പാർട്ട് 2 നാലാമത്തെ ഭാഗം ഏതാണ്, റിസ്ക് മാനേജ്മെന്റ്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ് റിസ്ക് മാനേജ്മെന്റ്. പറഞ്ഞാ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കമ്പനിക്ക് ഒരുപാട് റിസ്ക് നേരിടേണ്ടി വരും അല്ലെ, ചെറുതും വലുതുമായ ഒരുപാട് റിസ്ക്. ആ റിസ്കുകൾ എങ്ങനെയൊക്കെ മാനേജ്മെന്റ് ചെയ്യാം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട് അല്ലെ. ആ റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ CMAOസിൽ നിന്ന് കോഴ്സ് എടുക്കുകയാണ്, റിസ്ക് ഉണ്ടോ ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. ഏത് കോഴ്സും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇപ്പൊ എക്സാം നിങ്ങൾ പഠിക്കേണ്ടി വരും, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും അല്ലെ, ടൈം വേണ്ടി വരും, നല്ലോണം പഠിക്കേണ്ടി വരും, റിസ്ക് ഉണ്ട്. നിങ്ങൾ ഇതിനെ നല്ലപോലെ മാനേജ് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടുള്ളൂ. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കമ്പനി ഒരുപാട് റിസ്ക് നേരിടേണ്ടി വരും. ആ റിസ്കിന് നമുക്ക് എങ്ങനെയൊക്കെയാ മാനേജ്മെന്റ് ചെയ്യാം, അത് തിയറി ടോപ്പിക്കാണ്, ജനറൽ ടോപ്പിക്കാണ്. ഓക്കെ അല്ലെ. അടുത്ത ടോപ്പിക് ഏതാണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഓക്കെ. അത് ഒരു 70% പ്രോബ്ലം ആണ്. ഒരാൾ ചോദിച്ചു CMA US ആണോ ഇന്ത്യയാണോ ബെറ്റർ. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഒരു കോഴ്സിനെയും പ്രോപ്പർലി കമ്പയർ ചെയ്ത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാറേ US ആണോ ഇന്ത്യനെ വലുതെന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ചില ആൾക്കാർ പറയുന്നത് USA വലുത്, ചില ആൾക്ക് ഇന്ത്യന്. പക്ഷെ നമ്മൾ എല്ലാ കോഴ്സിനും അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാണ്, നിങ്ങൾ ഡ്യൂറേഷൻ നോക്കണമെങ്കിൽ CMAOs വേണമെങ്കിൽ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം കൊണ്ട് പാസ്സാകാൻ പറ്റും. പക്ഷെ CMA ഇന്ത്യ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ സമയം എടുക്കും. അപ്പൊ നിങ്ങൾ ടൈമാണ് നിങ്ങൾ നോക്കണമെങ്കിൽ CMA US ബെറ്റർ. ഓക്കെ അല്ലെ. അങ്ങനെ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് CMA US എടുക്കാൻ കാരണം വെച്ചാല് എന്റെ മനസ്സിൽ എന്താ, എനിക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ CMA ഇന്ത്യനേക്കാൾ പ്രിഫർ ഞാൻ CMA US ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ ടൈമാണ് ഒരു ഫാക്ടർ എങ്കിൽ നിങ്ങൾക്ക് CMA US ബെറ്റർ. ഓക്കെ അല്ലെ. മനസ്സിലായില്ലേ. ഇനി നമ്മളത് കമ്പയർ ചെയ്ത് പറയും, CMA ഇന്ത്യയില് ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, എല്ലാം പറയാലോ. നമ്മൾ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ, പഠിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ കമ്പയർ ചെയ്ത് പറയാം, CMA US കുറവും CMA ഇന്ത്യ കൂടുതലാണ്. അത് നിങ്ങൾ ആരോട് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇപ്പൊ ഞാൻ CMA US പഠിച്ചാൽ ഞാൻ CMA US പൊക്കി പറയല്ല, രണ്ടിനും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്.
പക്ഷെ CMA USA എന്താണ് പഠിക്കാൻ കുറവാണ് വെൻ കമ്പയർ ടു CMA India. ഓക്കെ അല്ലേ? പറഞ്ഞ മനസ്സിലായി? രണ്ടിലും പഠിക്കാനുള്ളത് എന്ത് ചെയ്യും? ഇപ്പൊ CMA US പഠിച്ച ഒരാൾക്ക് CMA Indian കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ CMA USA ക്വാളിഫൈഡ് ആയി. എനിക്ക് വേണമെങ്കിൽ CMA India പഠിക്കാം, കുഴപ്പമില്ല. പക്ഷെ കുറെ കണ്ടന്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ നോക്കിയതാണ്, അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ പറ്റിയാണ് അല്ലെ? ഒരു നല്ലൊരു ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മളെ കമ്പനിയിൽ കുറെ ഫണ്ട് ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ബേസിക്കലി. അപ്പൊ ഫണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഞാൻ ആ ടോപ്പിക്കിൽ പറഞ്ഞ കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എല്ലാവരും നോക്കുക. ഇപ്പൊ നിങ്ങളെ മാനേജർ അതിൽ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സ്ഥലത്ത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത്, ഒരു 4 കൊല്ലത്തെ പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ 4 കൊല്ലത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ കൊല്ലം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ആ പ്രൊജക്ട്, ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ബേക്കറി ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ. ഓക്കെ അല്ലെ? 1 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്ലാൻ ആക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഒന്നാമത്തെ കൊല്ലം അതിന് എന്ത് കിട്ടുന്നുണ്ട്, 25,000 എന്ത് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കൊല്ലത്തിൽ കിട്ടുന്നത് 25,000 കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ കൊല്ലത്തിൽ 25,000 സെയിം ആണ് കിട്ടുന്നത് എല്ലാ കൊല്ലം. നാലാമത്തെ കൊല്ലം 25,000 കിട്ടുന്നുണ്ട്. ഒരു ഇനി അവിടെ സ്പേസിൽ ഓക്കെ, ഞാൻ ഒന്നുകൂടി എഴുതി തരാം. അടുത്ത കൊല്ലം അഞ്ചാമത്തെ കൊല്ലം നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 25,000. ഓക്കെ, 5 കൊല്ലം വരെ ഉള്ളൂ വിചാരിച്ചു. 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ അത് തീർന്നു. ഓക്കെ അല്ലെ? നിങ്ങൾ പറയും ഞാൻ 1 ലക്ഷമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ എന്റെ ചോദ്യം ഇങ്ങനെ, എനിക്ക് എത്ര കൊല്ലം എടുക്കും എന്റെ ഈ ഇറക്കിയ പൈസ എനിക്ക് തിരിച്ചിട്ടാണ്? നിങ്ങൾ നോക്കി നോക്ക്. ഞാനൊരു സ്ഥലത്ത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് എല്ലാ കൊല്ലം എന്ത് ചെയ്യുന്നുണ്ട്, 25,000 കിട്ടുക. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ എന്റെ ചോദ്യം ഇങ്ങനെയാണ്, എത്ര കൊല്ലം എടുക്കും എനിക്ക് ഈ ഇറക്കിയ പൈസ എനിക്ക് തിരിച്ചിട്ടാണ്, അതിനെ റീകൂപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചിട്ടാണ്? ഒന്ന് ചിന്തിച്ചു നോക്കി നോക്ക്. ഇത് അതിന്റെ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു തന്നെ ഉള്ളൂ. എത്രയായിരിക്കും? ഒന്നാമത്തെ കൊല്ലമാകുമ്പോൾ നമുക്ക് 25,000 കിട്ടി. രണ്ടാമത്തെ കൊല്ലമാകുമ്പോൾ നമുക്ക് 27, അപ്പൊ 50,000 കിട്ടിയില്ലേ? മൂന്നാമത്തെ കൊല്ലമാകുമ്പോൾ നമുക്ക് 70,000 കിട്ടി. നാലാമത്തെ കൊല്ലമാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 ലക്ഷം കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 കൊല്ലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇറക്കിയ പൈസക്ക് നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ളൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് ബെനിഫിറ്റ് ആണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പല ഡിസിഷൻസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ പറഞ്ഞാൽ എന്താ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടേ? അടുത്തത് പ്രൊഫഷണൽ എത്തിക്സ്. നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളില്ലേ? ഇപ്പൊ നിങ്ങളൊരു കമ്പനി പോയി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് എത്തിക്സ് പാലിക്കണം. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ പാർട്ട് 1 ഉം 2 പഠിക്കാനുള്ള സബ്ജക്റ്റിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങളിത് ജസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ കഥയിലേക്ക് കടക്കാൻ പോകുന്നത്. CMA യൂസിൽ മാർക്കിന്റെ സ്ട്രക്ചർ ആണ് പല കുട്ടികൾക്കും ഡൗട്ട് തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കട്ടോ, പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെ എക്സാം സ്ട്രക്ചർ എക്സാക്ട്ലി സെയിം ആണ്. എന്ന് വെച്ചാൽ പാർട്ട് 1ല് 500-ലാണ് മാർക്ക്, പാർട്ട് 2ലും 500-ലാണ് മാർക്ക്, മൊത്തം 500-ല്. നിങ്ങൾ പാസ് ആവണമെങ്കിൽ മിനിമം എത്ര വേണം, 360 മാർക്കെങ്കിലും വേണം. രണ്ടിന്റെയും പാസിംഗ് മാർക്ക് ഒക്കെ സെയിം ആണ്. പാർട്ട് 1ല് 500-ലെ മാർക്ക്, പാസ് ആവണ എത്ര വേണം, 360. പാർട്ട് 2ൽ എത്രയാണ് മാർക്ക്, ടോട്ടൽ 500 ആണ്, പാസ് ആവണ എത്ര വേണം, 360. ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? കാരണം ഇതൊക്കെയാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഓക്കെ ആണോ? ഈ മാർക്കിന്റെ സ്ട്രക്ചർ ഒക്കെ സെയിം ആണ്, കണ്ടന്റ് മാത്രമേ മാറുള്ളൂ. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടോ. അടുത്തത് നമ്മൾ ഇനി പറയാൻ പോണത്, യെസ്, ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇതാ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട് 1ന്റെ സ്ട്രക്ചർ. ജസ്റ്റ് ഇങ്ങനെ നോക്കാം. പാർട്ട് 1ൽ ഞാൻ പറഞ്ഞു മൊത്തം 500 മാർക്കാണ്, അതിൽ 360 എണ്ണം. ഇതിന്റെ ടൈം, പാർട്ട് 1ന്റെ ടൈമിങ് എത്ര വരും, 4 മണിക്കൂറാ. എത്ര മണിക്കൂർ? 4 അവർ. നമുക്ക് പാർട്ട് 1ന്റെ എക്സാം 4 മണിക്കൂർ ഉണ്ടാവുക. പാർട്ട് 2ൽ അങ്ങനെ തന്നെയാണ്. എത്ര മണിക്കൂറാ? 4 മണിക്കൂറിന്റെ എക്സാം ആണ്. ശ്രദ്ധിക്കണേ, രണ്ട് പാർട്ടിന്റെ എക്സാം സെയിം ആണ്, ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ പാർട്ട് 1ന്റെ എക്സാം 4 മണിക്കൂറാണ്, പാർട്ട് 2ന്റെ എക്സാം എന്താ, 4 മണിക്കൂർ. ഈ 4 മണിക്കൂറിൽ ഫസ്റ്റത്തെ 3 മണിക്കൂർ എന്ത് എക്സാം ആണ്? MCQ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പാർട്ട് 1 4 മണിക്കൂറാണ്, പാർട്ട് 2 4 മണിക്കൂറാ. ഏത് എക്സാമിലും ഫസ്റ്റത്തെ 3 മണിക്കൂർ ഉണ്ടാവില്ല, അത് എന്ത് എക്സാം ആയിരിക്കും? അതാണ് MC ക്വസ്റ്റ്യൻ. ഞാൻ വൃത്തിയിൽ എഴുതി തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇനി അങ്ങനെ ചെയ്യാം. നോക്കുക, പാർട്ട് 1ന്റെ എക്സാം എങ്ങനെയാണ്? 4 മണിക്കൂറുണ്ട്.
ഈ 4 മണിക്കൂറിൽ 3 മണിക്കൂർ എന്ത് എക്സാം ആണ്? MCQ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ എത്ര എണ്ണം MCQ? 100 എണ്ണം MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പാർട്ട് 2 ഇതേപോലെ. പാർട്ട് 2 എങ്ങനെയാണ്? അതും 4 മണിക്കൂർ എക്സാം ഉണ്ടാവും. ആ 4 മണിക്കൂറിൽ ഫസ്റ്റത്തെ 3 മണിക്കൂർ ഉണ്ടാവില്ല. എന്ത് എക്സാമാ? MCQ ക്വസ്റ്റ്യൻ. അത് 100 എണ്ണം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സ്വാഭാവികം ചോദിച്ചു സാറേ ബാക്കി ഒരു മണിക്കൂർ ഉണ്ടായത് എന്തിനാ? അതാ പറയാൻ പോകുന്നത്. ബാക്കിയുള്ള നെക്സ്റ്റ് 1 അവർ എന്തിനാരോ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആവും, ചെറിയ ചെറിയ എസ് എ. നിങ്ങൾ എസ് എ കേൾക്കുമ്പോൾ ഞെട്ടണ്ട, നമ്മൾ യൂണിവേഴ്സിറ്റി എസ് എ പോലെയല്ല. ഇത് നമുക്കൊരു പാരഗ്രാഫ് നൽകും. ആ പാരഗ്രാഫ് അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അതാണ് ഇവിടുത്തെ എസ് എ. ആ എസ് എന്താ? 2 എസ് എ ക്വസ്റ്റ്യൻ, 2 ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പാർട്ട് 2 ഇതേപോലെ തന്നെ 1 മണിക്കൂർ എന്താണ്? 2 എസ് എ ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ് എന്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. പാർട്ട് 1ഉം പാർട്ട് 2ലും എന്താണ്? എക്സാമിന്റെ മോഡൊക്കെ സെയിം തന്നെയാണ്. എന്താണ്? 2-4 മണിക്കൂറാണ്. ഫസ്റ്റത്തെ 3 മണിക്കൂർ എന്ത് എക്സാമാ? MCQ ക്വസ്റ്റ്യൻ. എത്ര എണ്ണം MCQ ഉണ്ടാവും? 100 എണ്ണം MCQ. അപ്പൊ നെക്സ്റ്റ് 1 അവർ എന്താണ്? 2 എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതാണ് നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ. ഓക്കെ, ഇതിന് രണ്ടായി ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് നൽകും. എന്നിട്ട് ഈ പാരഗ്രാഫ് ബേസിൽ നിങ്ങൾ ചോദിക്കും, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിന്റെ എന്ത് ചെയ്യുക? അവിടെ ടൈപ്പ് ചെയ്യുക. അവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്പേസ് എടുക്കുക, അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കണേ, 3 മണിക്കൂർ MCQ 100 എണ്ണല്ല. അതിന് എത്ര മാർക്ക് ഉണ്ടാവും ചോദിച്ചാൽ 400 മാർക്ക് ഉണ്ടാവുക. 400 മാർക്ക്. രണ്ടിലും അങ്ങനെ തന്നെയാണ്, 400 മാർക്ക്. അഥവാ ഞാൻ ഒന്നുകൂടി പറയാം, പാർട്ട് 1ഉം പാർട്ട് 2 എക്സാമിന്റെ ഇതൊക്കെ സെയിം ആണ്. ഫസ്റ്റത്തെ 4 മണിക്കൂറിൽ ഫസ്റ്റത്തെ 3 മണിക്കൂർ എന്ത് എക്സാം ആണ്? MCQ ക്വസ്റ്റ്യൻ. എത്ര എണ്ണം MCQ ഉണ്ടാവും? 100 എണ്ണം MCQ. അതിന് എത്ര മാർക്ക്? മൊത്തം 400 മാർക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നെക്സ്റ്റ് 1 അവർ എന്താണ്? 2 എസ് എ ക്വസ്റ്റ്യൻ. അതിന് എത്ര മാർക്ക് ഉണ്ടാവും? 100 മാർക്ക്. ഇങ്ങനെ മൊത്തം എന്താണ്? 500 മാർക്ക് റെഡിയല്ലേ? ഇതേപോലെ പാർട്ട് 2നും. പാർട്ട് 2 എന്താണ്? ഫസ്റ്റത്തെ 3 മണിക്കൂർ MCQ ക്വസ്റ്റ്യൻ 100 എണ്ണം 400 മാർക്കാണ്. നെക്സ്റ്റ് 1 അവർ എന്താണ്? 2 എസ് എ ക്വസ്റ്റ്യൻ ആണ്. അതിന് 100 മാർക്ക്. കണ്ടോ? മാർക്കിന്റെ സ്ട്രക്ചർ ഒക്കെ സെയിമാ. 500 മാർക്ക്. ഈ 500 മാർക്കിൽ എത്ര മാർക്ക് മതി പാസ്സാവാൻ? 360 മാർക്ക്. രണ്ടിലും അങ്ങനെ തന്നെയാണ്. അഥവാ 360/500. ഇതിലും അങ്ങനെ തന്നെയാണ്. 360 മാർക്ക് മതി. ഇതും ക്ലിയർ അല്ലേ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതെല്ലാവരും നോക്കിക്കേ, കാരണം ഇതാണ് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ എന്ന് വരുന്നത്. ഇതൊക്കെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ആർക്കെങ്കിലും ഇതിൽ ഡൗട്ടിന് ചോദിക്കട്ടോ. പിന്നെ ചില ആൾക്കാർ കോമൺലി ചോദിക്കും സാറേ MCQ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? കൂടുതൽ പ്രോബ്ലംസ് ആണ്, തിയറി ആണ്? അത് ഡിപ്പെൻസ് അപ്പോൺ ആണ്. ഓക്കെ അല്ലേ? ചില ആൾക്കാർക്ക് പ്രോബ്ലങ്ങൾ കൂടുതൽ ഉണ്ടാവും, ചില ആൾക്കാർ തിയറി ഉണ്ടാവും. ഡിപ്പെൻസ് അപ്പോൺ. പഠിച്ച് നമുക്ക് എല്ലാവരും എളുപ്പമായി മാറും. അപ്പൊ ഇത് എല്ലാവർക്കും ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ എല്ലാവരും. ഇത് റിലേറ്റഡ് ആയ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊരു കാര്യം, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഞാൻ എക്സാമിന്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മളോട് പറഞ്ഞു അല്ലെ? ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, യു മസ്റ്റ് ആൻസർ അറ്റ്ലീസ്റ്റ് 50% മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ 3 മണിക്കൂർ എന്താണ്? 2 എക്സാമിലും ഫസ്റ്റത്തെ 3 മണിക്കൂർ എന്താണ്? 100 എണ്ണം MCQ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു അല്ലെ? പിന്നെ ഒരു മണിക്കൂർ എന്താണ്? 2 എസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ MC ക്വസ്റ്റ്യൻ 100 എണ്ണമല്ല, അതിൽ മിനിമം 50% ക്വസ്റ്റ്യൻസ് എങ്കിലും കറക്റ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് എന്ത് ഓപ്പൺ ആവുള്ളൂ? എസ് എ ഓപ്പൺ ആവുള്ളൂ. ശ്രദ്ധിക്കണേ, എന്താണ് നമ്മൾ അത് എല്ലാവർക്കും കുറെ പേരൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ല, പഠിച്ചതിന് എല്ലാവർക്കും പോസിബിൾ ആണ്. അത് സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാനൊക്കെ ഹിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയപ്പോ നമുക്ക് എന്തെങ്കിലും എസ് എ പഠിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഓപ്പൺ ആവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ 3 മണിക്കൂറിൽ 100 MC ക്വസ്റ്റ്യൻ അല്ലേ? ഈ MC ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് 50% എന്ന് വെച്ചാൽ ഒരു 50% ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് അടുത്ത വിൻഡോ ആയ എസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, ഓക്കെ എല്ലാവർക്കും ഇത്
ഒക്കെ മനസ്സിലാക്കി വെക്കുക. കാരണം എന്താ പറയുക, പല ആൾക്കാർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ല. കാരണം നിങ്ങളിപ്പോ CMUS എന്നുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇത് പല കുട്ടികളും ഇത് മനസ്സിലാക്കിയപ്പോൾ അവസാനത്തിലായിരിക്കും. ഓക്കെ. അതേപോലെ പിന്നെ ഒരു കാര്യം, ചില കുട്ടികൾക്കുള്ള അബദ്ധങ്ങളാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് 3 മണിക്കൂറിൽ 100 എണ്ണം MCQ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇത് കമ്പ്യൂട്ടർ നിങ്ങൾ വിചാരിച്ചോ, 100 എണ്ണം MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇപ്പൊ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചോദിക്കും ഫിനിഷ് ആണോ, നമ്മുടെ F ഒന്ന് ഷോർട്ട് ആക്കി ചോദിക്കും, ഫിനിഷ് എന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ എന്ത് കൊടുത്തു? ഓക്കെ, ഫിനിഷിന് കൊടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു എക്സാമ്പിള് 3 മണിക്കൂർ MCQ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു അല്ലെ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, സപ്പോസ് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 100 MCQ ക്വസ്റ്റ്യൻ ചെയ്ത് എനിക്ക് കോൺഫിഡന്റ് ആണ്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്ത് ചെയ്യണം, കോൺഫിഡന്റ് ആണ്, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാമിന്റെ കമ്പ്യൂട്ടറിൽ ഒരു ഫിനിഷ് എന്ന ബട്ടൺ. ആ ഫിനിഷ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു മാറി, പിന്നെ അവർ ചോദിക്കും ആർ യു ഷുവർ അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിൾ പേയിൽ പൈസ ഒക്കെ അയക്കുമ്പോ അങ്ങനെയല്ലേ, ഫസ്റ്റ് നമ്മൾ ചോദിക്കും ഓക്കെ ആണോ, അപ്പൊ നമ്മൾ ഓക്കെ എന്ന് കൊടുത്താൽ അടുത്തേക്ക് പോകും. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും, അറിയാതെ എന്ത് ചെയ്യും, ഫിനിഷ് അടിക്കരുത്, അതിനു വേണ്ടി മുൻപേ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ 100 എണ്ണം MCQ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എസ് ഓപ്പൺ ആയാലും എസ്സേക്ക് പോകും. ഓക്കെ ഓക്കെ. മുബഷിർ പറഞ്ഞ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. യെസ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഇതും ചില ആൾക്കാർക്ക് ഡൗട്ട് വരികയാണ്, എക്സാം ടൈം ഫ്രെയിം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. എക്സാമിന്റെ ടൈം ഫ്രെയിമുകൾ, നമുക്ക് എപ്പോഴൊക്കെ എക്സാം എഴുതാം, നമ്മളിപ്പോ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എക്സാം എഴുതണ്ടേ. ശ്രദ്ധിച്ചു കേട്ടോ, പാർട്ട് 1ഉം 2ഉം നമുക്ക് ഒരു വർഷത്തിൽ ഞാൻ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ എക്സാം എഴുതാം. 3 ടെസ്റ്റിംഗ് വിൻഡോസ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി മുതൽ ഫെബ്രുവരി എന്ന് വെച്ചാൽ ഇപ്പൊ 2024 ഇപ്പൊ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞല്ലേ. ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഒരു കുട്ടി വിചാരിക്കുക 2025 ആ കുട്ടിക്ക് എക്സാം എഴുതാം, സപ്പോസ് വിചാരിക്കാം. ആ കുട്ടിക്ക് വേണമെങ്കിൽ ജനുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ ഏത് ദിവസം ആ കുട്ടി എന്ത് ചെയ്യാം, എക്സാം ബുക്ക് ചെയ്യാൻ പറ്റും. അഥവാ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടാവില്ലേ, എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ജനുവരി 26 പ്രത്യേകത അറിയില്ലേ, റിപ്പബ്ലിക് ഡേ. അന്ന് എന്ത് ചെയ്യില്ല, നമ്മളെ സെന്റർ ഓപ്പൺ ആവില്ല. നമുക്കറിയാം അത് പബ്ലിക് ഹോളിഡേ ആണ്. അത്തരത്തിലുള്ള ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഏത് ദിവസം നമുക്ക് എക്സാം എഴുതാം. കണ്ടോ, ജനുവരി ഫെബ്രുവരി. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ജനുവരി ടു ഫെബ്രുവരി ഏത് ദിവസം നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇത് CMA ഒരു പ്രത്യേക ഒരു സൂപ്പർ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ CMA നമ്മളാണ് ഡേറ്റ് എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് പാർട്ട് 2 ജനുവരി 10-ാം തീയതി ആണ്. ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത് എനിക്ക് ഡേറ്റ് കിട്ടും. പക്ഷെ ACCA CA CMA ഇന്ത്യയിലൊന്നും ഈ സംഭവമില്ല. കാരണം ACCയിലേക്ക് എങ്ങനെയാണ്, അവരൊരു ഡേറ്റ് പറയും. എക്സാമ്പിൾ ഇപ്പോ അവര് പറഞ്ഞ ഡേറ്റ്, ഇപ്പൊ എക്സാം എന്നോട് പറയും ജൂൺ 5-ന്. എന്നോട് പറഞ്ഞു ഞാൻ ACC എക്സാം എഴുതുന്നുണ്ട് ജൂൺ 5-ന്. അപ്പൊ എന്നോട് പറയാണ് അവര് ഡേറ്റ് എനിക്ക് തന്നു, ജൂൺ 5-ന് നീ എന്ത് ചെയ്യണം, എക്സാം എഴുതാം. അപ്പൊ ഞാൻ ജൂൺ 5-ന് എഴുതാൻ പറ്റുള്ളൂ. CMA യൂസിൽ അങ്ങനെയല്ല, ഇവിടെ നമ്മളാണ് ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതൊരു ഫ്ലെക്സിബിൾ സിസ്റ്റം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം തോന്നിയ സംഭവമാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ ജനുവരി 1 മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ ഏത് ദിവസം നമുക്ക് എക്സാം ബുക്ക് ചെയ്ത് എക്സാം എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ജനുവരി 1 ടു ഫെബ്രുവരി വരെ. അടുത്ത 2 മാസം ഏതാ, മാർച്ച് ഏപ്രിൽ അല്ലേ? മാർച്ച് മുതൽ ഏപ്രിൽ വരെ എക്സാം എഴുതാൻ പറ്റൂല. ഓക്കെ അല്ലേ? അത് എക്സാമിന്റെ സീസൺ അല്ല, എക്സാം എഴുതാൻ പറ്റൂല. അടുത്ത മാസങ്ങൾ ഏതൊക്കെയാണ്, മെയ് മുതൽ ജൂൺ വരെ എക്സാം എഴുതാൻ പറ്റും. മെയ് ജൂൺ വിൻഡോ. മെയ് 1-ാം തീയതി മുതൽ ജൂൺ ലാസ്റ്റ് വരെ ഏത് ദിവസം നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ബുക്ക് ചെയ്ത് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മാസം ഏതൊക്കെയാണ്, ജൂലൈ ഓഗസ്റ്റ്. അത് ആ മാസങ്ങളിൽ എക്സാം എഴുതാൻ പറ്റില്ല, അത് ഓഫ് ആയിരിക്കും. അടുത്ത മാസങ്ങൾ ഏതൊക്കെ, സെപ്റ്റംബർ ഒക്ടോബർ എക്സാം എഴുതാൻ പറ്റും. സെപ്റ്റംബർ മുതൽ 1-ാം തീയതി മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ ഏത് ദിവസം നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ പറ്റും. ലാസ്റ്റ് മാസം ഏതൊക്കെയാണ്, നവംബർ മുതൽ ഡിസംബർ വരെ എക്സാം എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കൊല്ലത്തിൽ ഫസ്റ്റ് 2 മാസം എഴുതാൻ പറ്റും, അടുത്ത 2 മാസം, അങ്ങനെ ഇടവിട്ട് 2 മാസം കൂടുമ്പോൾ നമുക്ക് എക്സാം എഴുതാം. ഓക്കെ അല്ലേ? പിന്നെ ചില കുട്ടികൾക്ക് വരുന്ന ഡൗട്ടാണ്, സാറേ നമ്മളിപ്പോ പാർട്ട് 1 ഫസ്റ്റ് ഏതാ 2? അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ ഏതാണ് ഫസ്റ്റ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പഠിച്ചു കഴിഞ്ഞത് പാർട്ട് 2, അപ്പൊ എനിക്ക് ഫസ്റ്റ് പാർട്ട് 2 എഴുതിയാൽ മതി, പ്രശ്നമില്ല. ഇനി ഞാൻ പഠിച്ചിരുന്ന പാർട്ട് 1 ആണ്, നമുക്ക് പാർട്ട് 1 എഴുതിയാൽ മതി. ഇനി ചില കുട്ടികൾ ചോദിക്കും, സാർ ഇത് രണ്ടും ഒരുമിച്ച് എഴുതണം? വേണ്ട. ഇപ്പൊ ഞാൻ പ്ലാൻ ആക്കാണ്, എനിക്ക് 2025 ഫെബ്രുവരി 10-ാം തീയതി എനിക്ക് പാർട്ട് 2 എഴുതണം. അപ്പൊ പാർട്ട് 2 എഴുതിയാൽ മതി.
രണ്ടും ഒരുമിച്ച് എഴുതേണ്ട ആൾക്കാർക്ക് എഴുതാൻ പ്രശ്നമില്ല. പക്ഷെ രണ്ടും പഠിച്ച ഒരാൾക്കത് എഴുതാൻ പറ്റുള്ളൂ. ഇനി എന്താ പറയാ, രണ്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു എക്സാം ഫെബ്രുവരി 10 ഞാൻ പാർട്ട് 2 എക്സാം എഴുതി. ഓക്കെ, റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് ജൂൺ ഒരു 20 എക്സാം എഴുതണം, പാർട്ട് 1 എഴുതണം. അപ്പൊ ഞാൻ അങ്ങനെ എഴുതിയാലും മതി. ഇനി വേണ്ട, എനിക്ക് തോന്നണേ എനിക്ക് കുറെ എന്ത് ചെയ്യും ജോലി ഉണ്ട്. ഞാൻ ജനുവരിയിൽ ഒരു ഫെബ്രുവരി 10 എക്സാം എഴുതി പാസ്സായി. ഞാൻ പിന്നെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒക്ടോബറിൽ എഴുതാം, സെപ്റ്റംബറിൽ എഴുതാൻ പ്രശ്നമില്ല. പക്ഷെ വല്ലാതെ നീട്ടി നീട്ടി വെക്കാതിരിക്കണം നല്ലത്, പെട്ടെന്ന് എഴുതി പാസ്സാവാം. ഓക്കെ അല്ലേ? പിന്നെ ചില കുട്ടികൾ വിചാരിക്കാൻ ഭയങ്കര മണ്ടത്തിന് വെച്ചാല് പാർട്ട് 1 ഫസ്റ്റ് എഴുതാൻ പറ്റുമോ സാറേ, അങ്ങനെ അങ്ങനെയൊന്നുമല്ല. 2 എഴുതാം ഫസ്റ്റ്, അല്ലെങ്കിൽ 1 എഴുതാം, നിങ്ങൾ ഇഷ്ടം. രണ്ടും ഒരുമിച്ച് എഴുതുന്ന കുട്ടികളുണ്ട്, രണ്ട് പാർട്ട് 1 എഴുതിയിട്ട് പിന്നെ പാർട്ട് 2 എഴുതുന്ന കുട്ടികളുണ്ട്, ഫസ്റ്റ് പാർട്ട് 2 എഴുതിയിട്ട് പിന്നെ 1 എഴുതാം. അങ്ങനെ നിങ്ങൾ ഇഷ്ടം, നിങ്ങൾക്ക് ഏതും എഴുതാം. അതുകൊണ്ട് CMA ഫ്ലെക്സിബിൾ ലേണിംഗ് സിസ്റ്റം എന്ന് പറയാൻ കാരണം. ഓക്കെ, നിങ്ങൾ ഏതാണ് ഫസ്റ്റ് പഠിച്ചത് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് ഓക്കെ എല്ലാവർക്കും? ഞാൻ എക്സാമിന്റെ ടൈമിനെ കുറിച്ച് പറഞ്ഞത്, ജനുവരി മുതൽ ഫെബ്രുവരി ഏത് ദിവസം എക്സാം എഴുതാം, മെയ് ജൂണിന് പറ്റും, സെപ്റ്റംബർ ഒക്ടോബർ. അപ്പൊ ഈ പറയപ്പെടാത്ത മാസങ്ങളൊന്നും എഴുതാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ, നമ്മുടെ എക്സാമിനെ പറ്റിയിട്ട് 2 വാക്ക് അല്ലെ. നമ്മുടെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ല, പേപ്പർ എക്സാം അല്ല. നമ്മള് നമ്മൾ എന്ത് ചെയ്യും, എക്സാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പ്യൂട്ടർ നൽകും, ആ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ഇനി CMA എക്സാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, IMA ആണ് നമ്മളെ ഒരു ബോഡി, CMUs നൽകുന്ന ബോഡി IMA ആണ്. ഇവര് ഡയറക്റ്റ് എല്ലാ എക്സാം നടത്തുന്നത്. ഇവരൊരു ഒരു ടീമുണ്ട്, പ്രോമെട്രിക്സ് ടെസ്റ്റിംഗ് സെന്റർ. ഈ ഒരു ടീമാണ് ഇത്, നമ്മൾ കാണാപ്പാടം നിർബന്ധമില്ല. ഈ പ്രോമെട്രിക് സെന്റർ മുഖേന എന്ത് ചെയ്യും, CMA എക്സാം നടത്തുന്നത്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഇവരാണ് പ്രോമെട്രിക് സെന്റർ ആണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നത്. എക്സാമിന്റെ നമ്മളെന്താ പറയാ, എക്സാമിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ആക്കി തരുന്നത്. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പൊ CMA എന്ത് എക്സാം, കമ്പ്യൂട്ടർ എക്സാം ആണ്, എന്നല്ല പേപ്പർ എക്സാം അല്ല, ഓൺലൈൻ ബേസ്ഡ് കമ്പ്യൂട്ടർ എക്സാം ആണ്. അതേപോലെ CMA എക്സാം അഡ്മിനിസ്ട്രേറ്റീവ് ആരാണ്, പ്രോമെട്രിക് ടെസ്റ്റിംഗ് സെന്റർ ആണ്. ഓക്കെ അല്ലെ? ഇതും നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലെ? ഒന്ന് വായിച്ചു നോക്കാം. ഇനി മറ്റൊരു കാര്യം, CMUs നമ്മളെ ഇന്ത്യയിൽ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, നമ്മൾ CMUs ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എഴുതാം. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ എല്ലാ കുട്ടികളും പ്രിഫർ കാലിക്കറ്റ് എക്സാം എഴുതും കേരളത്തില്. ഓക്കെ, തിരുവനന്തപുരം നമുക്ക് എക്സാം എഴുതാൻ പറ്റും. കാലിക്കറ്റ് ഇപ്പൊ അടുത്ത് വന്നാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും കൂടുതൽ കാലിക്കറ്റ് സെലക്ട് ചെയ്യുക. തിരുവനന്തപുരം, ഞാനൊരു എക്സാം എഴുതി തിരുവനന്തപുരമാണ്. ഇപ്പൊ കേരളത്തിൽ 2 സ്ഥലത്ത് നമുക്ക് എക്സാം സെന്റർ ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. പിന്നെ നമ്മൾ മറ്റു സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തു പോകണമെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ ബാംഗ്ലൂർ എക്സാം എഴുതാം, ചെന്നൈയിൽ എക്സാം, ഞാനൊരു എക്സാം ചെന്നൈയിൽ എഴുതിയത്. അതുപോലെ അലഹബാദ് എക്സാം എഴുതാൻ പറ്റും, അഹമ്മദാബാദ് എക്സാം എഴുതാൻ പറ്റും, ഗുറാഗോൺ എക്സാം എഴുതാൻ പറ്റും, ഹൈദരാബാദ് എക്സാം എഴുതാൻ പറ്റും, കൊൽക്കത്തയിൽ സെന്റർ ഉണ്ട്, മുംബൈയിലൊക്കെ സെന്റർ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യത്തെ ടെസ്റ്റിംഗ് സെന്റേഴ്സ്. ഈ സെന്റർ ആരാ കൺട്രോൾ ചെയ്യുക, അതാണ് പ്രോമെഡിക് സെന്റർ. അത്രേ ഉള്ളൂ സംഭവം. ഇതൊക്കെ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എടുത്താണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പ്രിഫർ ചെയ്യണമെങ്കിൽ കാലിക്കറ്റും തിരുവനന്തപുരമാണ്. ഇനി നിങ്ങൾ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോ ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ പ്രിഫർ ചെയ്യാം. ഇനി നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ, ഇപ്പൊ GCCയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ സെന്ററുകളുണ്ട്, ദുബായിലും അതേപോലെ എന്താ പറയുക നമ്മുടെ അതേപോലെ നമ്മുടെ ഖത്തർ ദോഹയിലൊക്കെ എന്തുണ്ട്, സെന്ററുകളുണ്ട്. നിങ്ങളിപ്പോ ഏത് രാജ്യത്താണ് ഉള്ളത്, അവിടെ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, നിങ്ങൾ നിയർ ബൈ എന്ത് ചെയ്യും, പ്രോമെട്രിക് ടെസ്റ്റിംഗ് സെന്റർ ഏതാ നോക്കി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഗൾഫിലുള്ള ആൾക്കാരെ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ GCCയിലൊക്കെ ഒരുപാട് ടെസ്റ്റിംഗ് സെന്റർ ഉണ്ട്. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അവിടുന്ന് എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഈ ഇന്ത്യത്തെ കാര്യം ഇപ്പൊ പറഞ്ഞത്, ഇന്ത്യയിൽ ഇപ്പൊ ഇത്രയും സ്ഥലത്ത് നമുക്ക് എക്സാം എഴുതാം. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോ ചില PSC എക്സാമിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, PSCയുടെ ബോർഡ് എന്ത് ചെയ്യും, നിങ്ങൾ തിരുവനന്തപുരം എക്സാം എഴുതാം. നമ്മൾ CMUസിൽ അങ്ങനെയല്ല, നമ്മളാണ് ഈ സെന്ററുകൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കാലിക്കറ്റിൽ എക്സാം എഴുതണം, കാരണം എന്റെ അയൽവാസികൾ എന്ത് ചെയ്യും, എന്റെ കുടുംബക്കാരെ വീടുണ്ട്, എനിക്ക് തോന്നുകയാണ്. അപ്പൊ എനിക്ക് ബുക്ക് ചെയ്താൽ എനിക്ക് കിട്ടും. അതേപോലെ എന്താണ്, അഹമ്മദാബാദിൽ എഴുതണം വിചാരിച്ചോ, അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സെന്റർ ബുക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഓക്കെ, അപ്പൊ ഒന്ന് ഇതും നോക്കുക എല്ലാരും. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റൂട്ടോ. ഇനി മറ്റൊരു കാര്യം, എക്സാമിന്റെ റിസൾട്ടിനെ പറ്റിയിട്ടാണ്. പല ആൾക്കാർക്കും അറിയണ്ടാവില്ല, നിങ്ങൾ എന്നാണ് എക്സാം എഴുതിയത്. സാധാരണ നമ്മൾ എക്സാം എഴുതിയിട്ട്
6 വീക്കിന് ശേഷം നമ്മുടെ മെയിലേക്ക് എന്ത് ചെയ്യും? അഥവാ നമ്മളെ ഇമെയിൽ, നിങ്ങൾ ഇമെയിൽ എന്തായാലും അവർക്ക് കൊടുക്കും രജിസ്റ്റർ ചെയ്യുമ്പോൾ. നിങ്ങൾ ഇമെയിലേക്ക് എന്ത് ചെയ്യും? അഥവാ നിങ്ങൾ എന്നാണ് എക്സാം എഴുതിയത് അന്ന് മുതൽ 6 വീക്കിന് ശേഷം, ഓക്കെ അല്ലേ, നമ്മുടെ മെയിലേക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മളെ ഒന്നെങ്കിൽ ഇമെയിൽ, നമ്മളെ മെയിൽ ഐ ഡിക്ക് വരും, അല്ലെങ്കിലോ നമുക്കൊരു അക്കൗണ്ട് നൽകും. ഇപ്പൊ നിങ്ങൾ CMA എക്സാമിന് മുമ്പ് നമ്മൾ IMAയിൽ എന്ത് ചെയ്യണം? നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യൂലേ, അതുപോലെ IMAയിൽ എന്ത് ചെയ്യും? ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നുമില്ല, സിമ്പിൾ ടാസ്ക് ആണ്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? എക്സാമിന്റെ റിസൾട്ട് വരും. ഒന്നെങ്കിൽ റിസൾട്ട് എങ്ങനെ വരും? അക്കൗണ്ടിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളെ മെയിലേക്ക് വരും. ഓക്കെ അല്ലേ? പറയാൻ മനസ്സിലായില്ലേ? സാധാരണ അക്കൗണ്ട് ഫസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ അഥവാ ഇപ്പോ ഞാൻ പറഞ്ഞേക്ക് എക്സാം എന്നാണ് എഴുതി കഴിഞ്ഞത് അന്ന് മുതൽ 6 വീക്കിന് ശേഷം, അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞത്, അപ്രോക്സിമേറ്റ്ലി 6 വീക്കിന് ശേഷം നിങ്ങൾ എന്താണ് എക്സാം എഴുതി ആ മന്ത് കഴിഞ്ഞിട്ട് 6 വീക്കിന് ശേഷം നിങ്ങളെ മെയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൊഫൈൽ ഉണ്ടാവും, IMAയുടെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതിന്റെ പ്രൊസീജിയർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആക്കി തരും. അതിലേക്ക് എന്ത് വരും? നിങ്ങളെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് എക്സാമിന്റെ റിസൾട്ടിന്റെ ഡിക്ലറേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എക്സാം എഴുതിയതിനു ശേഷം ആ മാസം കഴിഞ്ഞതിന് ശേഷം 6 വീക്കിന് ശേഷമാണ് എന്ത് ചെയ്യും? റിസൾട്ട് വരാം. ഓക്കെ, റിസൾട്ടിനെ പറ്റി ഇപ്പോഴേ ടെൻഷൻ ആവണ്ട, കാരണം നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പഠിച്ച് എക്സാം കഴിഞ്ഞ ശേഷം മാത്രം എന്ത് മതി? റിസൾട്ടിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ, പറയുമ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി CMUs, ലോകത്തുള്ള CMUs ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ എത്ര കുട്ടികൾ, എത്ര കാൻഡിഡേറ്റ് അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നോക്കുകയാണെങ്കിൽ, ഇത് കുറച്ച് മുമ്പത്തെ കണക്കാണ്. ഞാനിപ്പോ ലേറ്റസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാം. ചൈനയിലാണ് കൂടുതൽ. ഓക്കെ അല്ലെ? 43%. അമേരിക്കയിൽ 19% കുട്ടികൾ അറ്റൻഡ്, ഇന്ത്യയിൽ 13%. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത് ഇന്ത്യയിലൊക്കെ കൂടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റു രാജ്യങ്ങൾ, അതർ പറയുമ്പോൾ മറ്റു ആഫ്രിക്കൻ കൺട്രീസ് ഒക്കെ അടക്കം. പിന്നെ ഈജിപ്തിൽ ഒരു ഉണ്ട് 7%. ഓക്കെ, അതേപോലെ ഫിലിപ്പൈനിലുണ്ട്, പാകിസ്ഥാനുണ്ട് 2%, UK 2%, ജോർഡാൻ അല്ലെ, ഇവിടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ എന്ത് ചെയ്യുന്നത്? എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് CMA എക്സാം. അഥവാ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സാം ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇത് കുറച്ച് മുമ്പത്തെ കണക്കാണ്. ഞാൻ എന്ത് ചെയ്യാം? ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇതൊന്നും കാണാപ്പാടം പഠിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോ ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ CMA പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു. അതിന്റെ സിലബസ് എങ്ങനെയാണ്, അതേപോലെ ഓരോന്നിൽ എന്തൊക്കെ പഠിക്കാണ്ട്, എക്സാമിന്റെ സ്ട്രക്ചർ, മാർക്കിന്റെ സ്ട്രക്ചർ, ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി പഠിക്കേണ്ട രീതികളും കുറെ ട്രിക്ക് ഉണ്ട്. നമ്മൾ ടോപ്പിക്കുകൾ തുടങ്ങിയതിന് ശേഷം മാത്രമേ പറഞ്ഞാലേ ഉപകാരമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. കാരണം CMA റിലേറ്റഡ് ആയ കോഴ്സ്. ഇപ്പൊ ഒരാൾ ചോദിച്ചു CMA ഇന്ത്യ ആണോ ബെറ്റർ, CMA US ആണോ? നമുക്ക് എക്സാക്ട്ലി രണ്ടിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നമ്മൾ ഒരു കോഴ്സിനും കുറച്ച് കാണിക്കാൻ പറ്റൂല. നിങ്ങൾ എന്റെ അഭിപ്രായ പ്രകാരം നിങ്ങൾ ഡ്യൂറേഷൻ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പാസ് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? US എടുക്കാം. കാരണം എന്തുകൊണ്ടാ? US അപ്രോക്സിമേറ്റ് 6 മാസം ക്ലാസ് ഉള്ളൂ. പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ പാസ്സാകാൻ പറ്റും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാണെങ്കിൽ ഒരു കൊല്ലം. പക്ഷെ CMA ഇന്ത്യ എന്തായാലും എന്ത് ചെയ്യും? കൂടും. ഡ്യൂറേഷൻ എന്തായാലും കൂടും. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ എക്സാം എഴുതി പാസ്സാവണം. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് എക്സാം എഴുതണം, പാസ്സാവണം. പിന്നെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഐ തിങ്ക് ട്രെയിനിങ് എന്തോട്ടുണ്ട്, അതൊക്കെ തോന്നുന്നത് കറക്റ്റ് എന്ത് ചെയ്യുന്ന നോക്കി പറഞ്ഞുതരാം. പിന്നെ പ്ലസ് എന്ത് ചെയ്യും? നമ്മളെ ലിജിൻ സാർ എന്ത് ചെയ്യും? നമ്മുടെ ഹെഡ് ഉണ്ട്, അവർ സാർ എന്ത് ചെയ്യും? CMA ഇന്ത്യ ക്വാളിഫൈഡ് സാർ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ഫൈനലാണ്. ഇതാണ് CMA ഇന്ത്യയുടെ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ കുറച്ച് ടാസ്ക് ആണ്. പിന്നെ CMA ഇന്ത്യയുടെ ഞാൻ വേറെ കാര്യം പറഞ്ഞതാണ്. നമ്മൾ CMA US ഇപ്പോഴത്തെ പാസിംഗ് പെർസെന്റേജ് എന്താ പറയുക? അത്യാവശ്യം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. CMA US ലോകത്തുള്ളതാ പറയുന്നത്. പാസിംഗ് പെർസെന്റേജ്, പാസ് പെർസെന്റേജ് പാർട്ട് 1 ഒരു 45% പാസ്സാവും. പാർട്ട് 2 ആണെങ്കിൽ ഒരു 48-50% അടുത്തുണ്ട്. ഓക്കെ അല്ലെ? ഇപ്പൊ കാരണം എന്തുകൊണ്ടാക്കുന്നത്? ഇത് വേൾഡിലെ നമ്മൾ നോക്കണം, അതുകൊണ്ടാണ് ഇത്ര ഇത് വരുന്നത്. ഓക്കെ, നേരെ മറിച്ച് CMA ഇന്ത്യക്ക് വളരെ കുറവാണ്. CMA ഇന്ത്യക്ക് ഐ തിങ്ക് 10-16 ആ റേഞ്ചിലുള്ള തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ അതേപോലെ എന്ത് ചെയ്യും? പഠിക്കാൻ സിലബസ് നോക്കുകയാണെങ്കിൽ, CMA US എന്താണ്? 2 പാർട്ടേ ഉള്ളൂ. പാർട്ട് 1, പാർട്ട് 2, 2 എക്സാം ഉള്ളൂ. പക്ഷെ CMA ഇന്ത്യയിലാണ് കുറച്ചുണ്ട് അത്യാവശ്യം. ഞാൻ പറഞ്ഞ 3 സ്റ്റേജസ് ഓഫ് എക്സാമുകളാണ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ബെറ്റർ എന്താ എന്റെ അഭിപ്രായ പ്രകാരം CMA US ഈ എന്താ പറയാ ബെറ്റർ ആയി മാറും. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കട്ടോ. ഏകദേശം ഞാനിത് ബേസിക്കലി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് CMA റിലേറ്റഡ് ആയ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഒരു വണ്ടർഫുൾ സെഷൻ ആയിരുന്നു അല്ലെ സാർ? CMA USനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം ഡീറ്റെയിൽസ് സാർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, പക്ഷേ നമുക്ക് ഈ ഷോർട്ട് സെഷനിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ സ്പെസിഫിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ സാറിനോട് ഇപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഫർദർ ആയിട്ട് ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ഇപ്പൊ ചോദിക്കാം. ഓക്കെ സാർ, ക്ലിയർ ആണെന്ന് തോന്നുന്നു സ്റ്റുഡൻസിന്. ഓക്കെ. അപ്പൊ ഇനിവേ ഞാൻ എന്ത് ചെയ്യും, സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു വെരി മച്ച് സാർ ഫോർ യുവർ ടൈം. ആർക്കെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.